1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാമത് വാക്യത്തിന്റെ 2-ാം പാദം. 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യത്തിന്റെ അവസാന പാദം പറയുന്നത്, ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? പ്രൈസ് ദി ലോർഡ്. ഗംഭീരമായ ചോദ്യമാണ്. 1 പത്രോസ് 4:17 അതിന്റെ അവസാന ഭാഗം. ദൈവത്തിന്റെ സുവിശേഷം. അപ്പൊ അവിടെയും സുവിശേഷത്തിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാ. ഏതെങ്കിലും ഒരു സഭയുടേതോ സംഘടനയുടേതോ ഒന്നുമല്ല, ദൈവത്തിൻ്റെതാണ് സുവിശേഷം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ ആ സുവിശേഷം അനുസരിക്കാത്തവന്റെ അവസാനം എന്താവും? അങ്ങനെയാണെങ്കിൽ അനുസരിക്കുന്നവരുടെ ഭാവി എന്താ, അനുസരിക്കാത്തവരുടെ ഭാവി എന്താവും? ഇങ്ങനെ തരംതിരിച്ച് പഠിക്കണം. ഈ ഒരു പഠനം അതിന് നൽകിയ അവബോധമാണ് സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയ്ക്ക് നമ്മെ ഉത്സാഹമുള്ളവരാക്കി മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. പരസ്യോഗമടക്കമുള്ള ആത്മീക പ്രോഗ്രാമുകൾ അന്യം വന്നു പോകുന്ന കാലത്താണ് ഒരു ദൈവദാസൻ തൻ്റെ സഭയിലെ വിശ്വാസികളെയും യൂത്ത്സിനെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെയുള്ള ഏകദിന സുവിശേഷ പ്രോഗ്രാമെങ്കിലും, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പ്രത്യേക കാര്യം എൻ്റെ മനസ്സിൽ കുറിക്കൊള്ളുകയുണ്ടായി. ദേശം സുവിശേഷം കേൾക്കണം, അതുകൊണ്ട് സുവിശേഷ സന്ദേശം പറയാനാണ് ഞങ്ങളിത് ക്രമീകരിച്ചത്. തീർച്ചയായും യേശു എന്ന മഹത്തായിരിക്കുന്ന യാഥാർത്ഥ്യത്തെ ജനം കേൾക്കാനിടയാകട്ടെ. ഒരുപക്ഷെ തടസ്സപ്പെടുത്തുവാനോ പോകരുതെന്ന് പറയുവാനോ കേൾക്കരുതെന്ന് പറയുവാനോ ഒരു പരിധി വരെയൊക്കെ പലർക്കും പറ്റിയെന്നിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ വചനം ജീവന്റെ വചനമാകിയാൽ അത് ദേശത്ത് മുഴങ്ങിയാൽ അത് അതിന്റെ ക്രിയ ചെയ്യാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, മതത്തിന്റെ വേലിക്കെട്ടുകളിൽ നിന്ന്, ആചാരാനുഷ്ഠാനങ്ങളുടെ യാഗയോഗ കർമ്മകാണ്ഡങ്ങളുടെ ഒക്കെ കനത്ത വേലിക്കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ജീവിതങ്ങൾ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വരുവാൻ ഈ സുവിശേഷ പ്രഘോഷണം, ഇവിടെ ഇതുവരെ ആലപിച്ച ഗാനവീതികളിൽ അർത്ഥം, അതിന്റെ അടക്കം ചെയ്ത അർത്ഥതലങ്ങളൊക്കെ ഹൃദയത്തിൽ വീണ്ടും ധ്യാനിക്കുവാൻ ദൈവാത്മാവെന്ന നല്ല അധ്യാപകൻ അവരുടെ ഉൾത്തടത്തിൽ പ്രചോദനം കൊടുക്കട്ടെ. അപ്പോൾ തന്നെ നമ്മളിവിടെ കൂടി വന്നിട്ടുള്ള രക്ഷാനിർണയം പ്രാപിച്ച മുഴുവൻ ആളുകൾക്കും സുവിശേഷവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നുള്ള വീണ്ടും വിചാരം നമുക്ക് ലഭ്യമാകുക. ശിഷ്ടകാലം ഒക്കെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മെ തന്നെ സാമർത്ഥ്യത്തോടെ സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാനും ഇങ്ങനെയുള്ള യോഗങ്ങൾ മുഖാന്തരമാകട്ടെ. കൊറോണ വന്ന നിരവധി ആളുകളെ വലിച്ചു കൊണ്ടുപോയി. പക്ഷേ നമ്മളെ ബാക്കിയാക്കി. നമ്മൾ ചുറ്റിക്കെട്ടിക്കൊണ്ട് നടന്ന മാസ്കിന്റെ വലിപ്പമല്ല, നമ്മൾ ഉപയോഗിച്ച സാനിറ്റൈസറിന്റെ ഏതെങ്കിലും വീര്യമൊന്നുമല്ല, എന്തോ ദൈവം നമ്മളെ ബാക്കിയാക്കി. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും വേദിയിൽ നിൽക്കുന്നുണ്ട്. ഈ സമ്പർക്ക വിലക്കുകളൊന്നും മാറിയ ശേഷം യോഗങ്ങൾ വളരെ വളരെ പ്രകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ പലയിടങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകാറുണ്ട്. പക്ഷേ നിരന്തരം പ്രസംഗിക്കുന്ന, ഓരോ വർഷങ്ങളിലും പ്രസംഗിക്കുന്ന വേദികളിൽ ചെല്ലുമ്പോൾ ഒരു സങ്കടകരമായ കാര്യമുണ്ട്, വളരെ വളരെ ഹൃദയഭേദകമായൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ ദൈവദാസന്മാർ ഇരിക്കുന്ന പോലെ അതാത് കസേരകളിലും ഒക്കെ സ്ഥിരം ഇരിക്കുന്ന കുറേ ദൈവദാസന്മാരും പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ട്. ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ അവരെ കാണുന്നില്ല. എന്തെന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് കൊറോണ നിമിത്തം അവർ യാത്രയായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സ്ഥിരം യോഗങ്ങളിൽ ഉണ്ടായിരുന്ന പലരും കൊറോണ നിമിത്തം ഈ യാത്രയായപ്പോൾ നമ്മളൊക്കെ പിന്നെയും ഇവിടെ ബാക്കിയാകുന്നത്. ദൈവത്തിൻ്റെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണത്. തീർച്ചയായും നമ്മളത് തിരിച്ചറിയണം. ഒന്നുകൂടെ സുവിശേഷ ആത്മാവോടുകൂടെ കരുത്തോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഈ യോഗങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് വായിച്ച വാക്യങ്ങളിൽ അടക്കം ചെയ്ത ക്രിസ്തു വിശ്വാസം എന്നുള്ള അനുഗ്രഹിത വിഷയത്തെ നിങ്ങളിലേക്ക് പകർത്തി വയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അങ്ങ് ദൂരെയൊക്കെ ശ്രദ്ധിക്കുന്നവർ അല്പം കാതോർക്കുമ്പോൾ കുറിച്ചെടുത്ത് പഠിക്കാൻ പാകമായ നിലയിൽ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം എന്ന ആ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് നമ്മൾ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 10:11 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. എത്ര പേര് ആ വാക്യത്തെ അംഗീകരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് എല്ലാവരും ആഴത്തിൽ പഠിക്കേണ്ടത് തന്നെയാണ്. ക്രിസ്തീയ വിശ്വാസം ഞാൻ പഠനാർഹമായ ചില കുറിപ്പുകളെ പ്രാരംഭത്തിൽ നൽകാം. എന്നിട്ട് എനിക്ക് നൽകിത്തരാനുള്ള 3 അതിശ്രേഷ്ഠമായിരിക്കുന്ന ആലോചനകൾ. ഒന്ന്, യേശുവിൽ വിശ്വസിക്കുവാൻ യേശുവിൻ്റെ ആസ്തി എന്താണ് എന്നതാണ്. യേശുവിനെ തന്നെ വിശ്വസിക്കണമെന്ന് വചനം ആധികാരികമായി, കണിശമായി, തിട്ടൂരമായി പറയാനുള്ള ആധികാരികത എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കുറിപ്പ്. 2, യേശുവിൽ വിശ്വസിക്കുന്ന
വിശ്വസിക്കുന്നവർക്ക് ലഭിക്കപ്പെടുന്ന സാധ്യതകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ, ആനുകൂല്യങ്ങൾ എന്താണ് എന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് 3 ചിന്തകൾ. പ്രൈസ് ദി ലോർഡ്. ഈ 3 ചിന്തകളെ ഈ രൂപരേഖയ്ക്ക് അനുസൃതമായിട്ട്, അപ്പൊ എൻ്റെ സന്ദേശത്തിന്റെ സ്കെൽട്ടനാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്, അതിന്റെ കണ്ടന്റ് ആണ് തന്നത്. ഈ 3 ചിന്തകളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് എനിക്ക് അനുവദിച്ച നേരം അത്രയും കർത്താവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ 3 ചിന്തകളിലേക്ക് നമ്മൾ വരുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമ്മുടെ യുവതലമുറയെല്ലാം അറിയണം, വിശ്വാസ സമൂഹം എല്ലാം അറിയണം. അതിനുവേണ്ടി ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കുറിപ്പിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചുള്ള കാലഭേദങ്ങളാണ്. ഓക്കെ, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നമുക്ക് 3 കാലങ്ങളുണ്ട്. ആ 3 കാലങ്ങളെ നമ്മൾ അറിയാതെ പോകരുത്. അപ്പം വിശ്വാസം അനുസരിച്ചുള്ള 3 കാലഭേദങ്ങൾ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായം 23-ാമത് വാക്യം, 25-ാമത് വാക്യം. വാക്യങ്ങളെല്ലാം വായിപ്പിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. വായിക്കാൻ മിടുമിടുക്കുകളും മിടുമിടുക്കന്മാരും ഇവിടെ ഉണ്ടെന്നറിയാം. പക്ഷേ വായിക്കുന്ന ആ സമയം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വാക്യങ്ങളെ ഞാൻ തന്നെ പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. വാക്യം നിങ്ങൾ കുറിച്ചുകൊള്ളണം, മനസ്സിന്റെ ചെപ്പിൽ കരുതണം. ഗലാത്യലേഖനം 3:23 പറയുന്നു, വിശ്വാസം വരും മുൻപേ. അങ്ങനെ പ്രയോഗമുണ്ട്. പുതിയ നിയമത്തിൽ ഒരിടത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രയോഗം. വിശ്വാസം വരും മുൻപേ, വിശ്വാസപൂർവകാലം. ഓക്കെ, ഇനി 3:25 വിശ്വാസം വന്ന ശേഷമോ എന്ന് പറഞ്ഞാൽ വിശ്വാസ അനന്തരകാലം. അപ്പൊ വിശ്വാസപൂർവകാലം, വിശ്വാസ അനന്തരകാലം. ഏത് മനുഷ്യനും ഈ 2 കാലങ്ങൾ ഉണ്ടെന്നറിയണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഓരോരുത്തർക്കും ഈ 2 കാലങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസം വരും മുമ്പേ. ഞാൻ അതിനൊരു പേര് കൊടുക്കുന്നു, അധമകാലം. കണ്ടോ, സത്യദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ചെയ്ത്, ദുശീല ദുർഗുണങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്നൊരു കാലം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉദ്ദിഷ്ടകാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പിന്നാലെ കൂടിയിട്ട് അതിനു വേണ്ടുന്ന എല്ലാവിധമായ കർമ്മകാണ്ഡങ്ങളും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ഏകസത്യദൈവവുമായി ബന്ധമില്ലാതിരുന്ന ഒരു കാലഘട്ടം. കണ്ടോ, അങ്ങുമിങ്ങും ഓടിപ്പാഞ്ഞ് നടന്ന് തൊഴാനും പ്രണമിക്കാനും പ്രണയിക്കാനും മറ്റുതരമായിരിക്കുന്ന മതാധിഷ്ഠിത സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ, കുന്നുകയറി മലയിറങ്ങി പുഴ താണ്ടി കടൽ നീന്തിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ സാധ്യമാക്കാൻ ഈശ്വരപ്രസാദത്തിന് വേണ്ടി ഓടി നടന്നിരുന്നൊരു കാലം. അതുമല്ലെങ്കിൽ മദ്യത്തിനും മധുരാക്ഷിക്കും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കുമൊക്കെയായി ഓടിപ്പാഞ്ഞ് നടന്നിരുന്നൊരു കാലം. ജീവിതത്തിൽ വിശ്വസ്തതയില്ലാതെ, ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്താതെ ഒക്കെ നടന്നിരുന്ന ഒരു ഗതികേടിന്റെ കാലം. ഈ ലോകത്തിന്റെ തിന്മയ്ക്കനുസരിച്ച് ഈ ജഡത്തിൽ വസിക്കുന്ന പാപരാഗങ്ങളുടെ വിചാര വികാരങ്ങളുടെ വിക്ഷോഭങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചിരുന്നൊരു കാലം. അതിനെയാണ് നമുക്ക് അധമകാലം, അന്ധകാരത്തിന്റെ കാലം, അനാത്മികതയുടെ കാലം, അന്യദൈവാരാധനയുടെ കാലം എന്നൊക്കെ പറയുന്നത്. ഇത് വിശ്വാസപൂർവകാലമാണ്. അതാണ് ഗലാത്യലേഖനം 3:23. അതാണ് ഗലാത്യലേഖനം 3:23. പക്ഷെ 3:25 പറയുന്നു, വിശ്വാസം വന്ന ശേഷമോ. നമ്മളിപ്പോൾ ആ കാലത്തിലാണ്. ഹല്ലേലൂയ. വിശ്വാസം വന്ന ശേഷം അധമകാലത്തിൽ നിന്ന് നമ്മൾ വന്നത് ഉത്തമകാലത്തിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉത്തമകാലത്തിലാണ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? കർത്താവ് നമ്മളെ അധമകാലത്തിൽ നിന്ന് ഉത്തമകാലത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ നമ്മുടെ സംസ്കാരം ഒന്ന് വേറെയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഉത്തമമായത്, ഉത്തമമായ പാട്ട്, ഉത്തമമായ ആരാധന, ഉത്തമമായ ജീവിത സംസ്കാരം, ഉത്തമമായ വേഷവിധാനം, ഉത്തമമായ ഭാഷണം, ഭക്ഷണം, അതെല്ലാം, എല്ലാ ഇടപാടുകൾ, ദാമ്പത്തികം, സാമ്പത്തികം, സാമൂഹ്യ ജീവിതം, സഭാ ജീവിതം എല്ലാം ഉത്തമമായി. അതാണ് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമുള്ള കാലം. നാം വിശ്വസിച്ചത് ഏതെങ്കിലും ഒരു ശക്തിയിലോ മൂർത്തിയിലോ സങ്കല്പ ശക്തിയിലോ ആവാഹന ശക്തിയിലോ ഒന്നുമല്ല. നാം വിശ്വസിച്ച നമ്മുടെ വീണ്ടെടുപ്പുകാരിലാണ്. ഹല്ലേലൂയ. ഈ പ്രപഞ്ചം അതെല്ലാം അങ്ങനെ നിർമ്മിച്ചതിനെ നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരിരക്ഷിക്കുന്ന സാക്ഷാൽ സത്യദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ മൊത്തത്തിൽ നമുക്ക് പരിവർത്തനമുണ്ടായി. അതുകൊണ്ട് വിശ്വാസ അനന്തരകാലം ഉത്തമകാലമാണ്. അപ്പൊ അധമകാലം വിട്ട് നമ്മൾ എവിടോട്ട് വന്നു? ഉത്തമകാലത്തിലേക്ക് വന്നു. അതുകൊണ്ട് സഭയിലെ മുഴുവൻ ആളുകളും, പുരുഷന്മാർ ഉത്തമന്മാരാകണം, സഹോദരിമാർ ഉത്തമകളാകണം, കുഞ്ഞുങ്ങൾ ഉത്തമരാകണം. പ്രൈസ് ദി ലോർഡ്. കാരണം സഭ മൊത്തത്തിൽ ഉത്തമത്വത്തിന്റെ ഒരു അനുഭവമാണ് എന്നറിയണം. ഇനി വിശ്വാസ ജീവിതത്തിന്റെ മൂന്നാമതൊരു കാലമുണ്ട്. അതായത് ഒന്നാമത്തെ കാലം വിശ്വാസപൂർവ്വ
പൂർവ്വകാലം, രണ്ടാമത്തെ കാലം വിശ്വാസ അനന്തരകാലം, മൂന്നാമത്തെ കാലം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പൂർത്തീകരണ കാലമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം, വിശ്വാസത്തിന്റെ നായകനും ബാക്കി പറ പൂർത്തി വരുത്തുന്നു. അപ്പൊ വിശ്വാസത്തിന് എന്തോ വരണം? പൂർത്തീകരണം ഉണ്ടാകണം. വിശ്വാസത്തിൽ നിന്ന കാലത്ത് കുറെ ഏതാണ്ടൊക്കെ ചെയ്തു, കുറെ തസ്തികകൾ അനുഭവിച്ചു എന്നൊന്നും പറയുന്നതിനകത്ത് കാര്യമില്ല. ഇതിനെ കൊണ്ട് പൂരിപ്പിക്കണം, നിവർത്തിക്കണം, ഇതിനെ നിലനിർത്തി അവസാനം വരെ. ഈ വിശ്വാസത്തിന് പൂർത്തീകരണം വരാതെ ഇടവഴിയിൽ വെച്ച് പാളിപ്പോയ യൂദയെ ഓർമ്മയുണ്ടോ? അനന്യാസിനെ സഫീറെ ഓർമ്മയുണ്ടോ? പൗലോസ് എന്ന കൃപാവര പ്രാപ്തനോടുകൂടെ നടന്ന ദേമാസിനെ ഓർമ്മയുണ്ടോ? ഫിലേത്തോസിനെ ഓർമ്മയുണ്ടോ? ഹുമനയോസിനെ ഓർമ്മയുണ്ടോ? ഇവരുടെയൊക്കെ വിശ്വാസ കപ്പൽ തകർന്നു പോയിട്ട് പൂർത്തീകരണം വരാതെ പോയവരാ. അങ്ങനെ ഒത്തിരി ആളുകളുള്ളപ്പോൾ ഒരു അതിശ്രേഷ്ഠ ദൈവദാസൻ നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ വിശ്വാസം കാത്തു. അതാണ് പൂർത്തീകരണം. കമ്പ്യൂട്ടർ വേഗന മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കുക. നമുക്കൊപ്പം ഈ രണ്ടാങ്കണത്തിലേക്ക്, യുദ്ധക്കളത്തിലേക്ക്, വിശ്വാസ മാർഗത്തിലേക്ക് എല്ലാം പരിത്യജിച്ചിറങ്ങി വന്ന പല ആളുകളും ഇടവഴിയിൽ പതറിപ്പോയപ്പോഴും കർത്താവ് നമ്മെ നിലനിർത്തി. ഇനി ഇതിന് പൂർത്തീകരണം ഉണ്ടാക്കിയേ പറ്റൂ. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് ഗുരുവിനെ കൂടെ പണയപ്പെടുത്തി അങ്ങനെ വല്ലാത്ത നിലവാരത്തിലേക്ക് ആളുകൾ ഇറങ്ങിപ്പോയപ്പോൾ കൃപയിൽ നിൽക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായത് കർത്താവിന്റെ വലിയ ദയയാണ് നമ്മോടുള്ളത്. നമ്മുടെ കാര്യം അത്ര പ്രസക്തമായി ശ്രദ്ധയോ ജാഗ്രതയോ അല്ല, പകരം കർത്താവിന് നമ്മിലൂടെ ഇനിയും എന്തോ ചെയ്തെടുക്കാനുണ്ടെന്നുള്ളത് കൊണ്ട് നമ്മെ നിലനിർത്തുന്നു. ഇതിന് പൂർത്തീകരണം വരുത്തിയേ പറ്റുകയുള്ളൂ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഇതാണ് വിശ്വാസത്തിന്റെ 3 കാലങ്ങൾ എന്നുള്ളത്. അപ്പൊ 3 കാലങ്ങളിൽ മൂന്നാമത്തെ കാലം ഞാൻ ഒന്നുകൂടെ അതിന് ഇങ്ങനെ പറയാം. ഈ വിശ്വാസം വരും മുൻപേ ഞാൻ പറഞ്ഞു അധമകാലമാണ്. വിശ്വാസത്തിൽ വന്ന ശേഷം ഏത് കാലമാണ്? ഉത്തമകാലമാണ്. പൂർത്തീകരണം വരുമ്പോൾ നമ്മൾ ചേക്കേറുന്നത് അത്യുത്തമ കാലത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് അത്യുത്തമം. അവിടെയാണ് പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് ഉത്തമമെന്നല്ല പിന്നെ അത്യുത്തമമാകുന്നു. അപ്പോൾ അധമം വിട്ട നമ്മളിപ്പോൾ ഉത്തമത്വത്തിലാണ്. ഉത്തമത്വത്തിൽ നമ്മളെ നേരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അത്യുത്തമമായതിലേക്കാണ്. അവിടെ ചേക്കേറാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. അവിടെ ചേക്കേറണമെങ്കിൽ ഇനി ഞാൻ പറയുന്ന വിചാരങ്ങളെ കുറിക്കൊള്ളണം. ഒന്ന്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കണം. ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കണം. ഈ ലോകത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്തതുപോലെ ദൈവങ്ങൾ ഉണ്ടാകാം, ദേവതകൾ ഉണ്ടാകാം, ആശ്രയത്വത്തിന് വേണ്ടി ഒത്തിരി ഉണ്ടാകാം. പക്ഷേ അവയോടൊന്നും ഒരു പറ്റുമാനവുമില്ലാതെ ഏകസത്യ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കണം. തന്നിരിക്കുന്ന സനാതന വചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ വചനപ്രകാരം നിലകൊള്ളുമ്പോൾ അത്യുത്തമമായതിലേക്ക് നമ്മൾ ചേക്കേറും. പ്രൈസ് ദി ലോർഡ്. അല്പം കൂടെ ഭംഗിയായി പറഞ്ഞാൽ കേട്ടോണം, യൂത്ത്സ് എല്ലാം ശ്രദ്ധിച്ചോണം. എങ്ങനെയാണ് നമുക്ക് അത്യുത്തമമായതിലേക്ക്, ഈ ഉത്തമത്വത്തിൽ നിന്ന് അത്യുത്തമമായതിലേക്ക് കയറാൻ പറ്റുന്നത് എങ്ങനെയാണ്? മക്കളെല്ലാം ശ്രദ്ധിച്ചോണം. യൂത്ത് പഠനകാലത്തിലും ഉപരിപഠനകാലത്തിലും ഉപജീവനത്തിൻ കാലത്തിലും ബദ്ധശ്രദ്ധരായിരിക്കുന്ന നമ്മുടെ തലമുറകളെല്ലാം ശ്രദ്ധിച്ചുകൊള്ളണം. ദൈവപ്രസാദ യോഗ്യമാകണം ജീവിതം. രാത്രികളിലും പകലുകളിലും ഇടവഴിയിലും പെരുവഴിയിലും എല്ലാം ദൈവം നമ്മളിൽ എന്ത് ചെയ്യണം? പ്രസാദിക്കണം. 2, ക്രിസ്തു കേന്ദ്രീകൃതമാകണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ എന്നുള്ളതല്ല, ക്രിസ്തുവിൽ ആകണം ജീവിതം. അതാ ക്രിസ്തു കേന്ദ്രീകൃതം. Not with Christ but in Christ എന്ന് പറയുന്ന ആത്മീയ ലയന ബന്ധം കർത്താവുമായി സ്ഥാപിക്കണം. അതിന് ആന്തരിക രമ്യത എന്നൊക്കെ പറയും. അതിന് ഭാഗ്യപ്രകടനങ്ങളിലൂടെ പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ ഒക്കെ ഗ്ലോറി പറഞ്ഞ് കൈയൊക്കെ വീശി അങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തമൊക്കെ ചെയ്ത് ഭയങ്കര ഇടപാട് കാണിക്കും. എന്നെ ഭക്തിയാണ് തോന്നിപ്പോകും. പക്ഷെ കർത്താവുമായിട്ട് ആന്തരിക രമ്യത ഉണ്ടാകണം. അന്തരംഗം കർത്താവുമായിട്ട് കേന്ദ്രീകൃതമാകണം. അതാണ് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ് എന്നൊക്കെ. അപ്പൊ 1 ദൈവപ്രസാദം, 2 ക്രിസ്തു കേന്ദ്രീകൃതം, 3 ആത്മനിയോഗിതം. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം നമ്മെ. എന്ത് വേണം, എന്ത് വേണ്ട, എന്ത് തള്ളണം, എന്ത് കൊള്ളണം എന്നിത്യാദി വസ്തുതകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയണം നമ്മളോട്. പാട്ടിന്റെ താളം ഉയരുമ്പോൾ വെറുതെ എന്തെങ്കിലും ബഹളമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ആത്മനിറവ്, പകരം ജീവിതത്തെ ധന്യമാക്കാനും കൂടെയുള്ളത്. പാപത്തിന്റെ കരത്തെ തട്ടിക്കളഞ്ഞിട്ട് വിശുദ്ധിയിൽ ജീവിക്കാനും കൂടെയാണ് ആത്മാവ് അധിവാസം ചെയ്യുന്നത്. അപ്പൊ ആത്മാധിവാസത്തിൻ ജീവിതം. 3-ാമത്തേത്. 4-ാമത്തേത് തിരുവചനാധിഷ്ഠിതമാകണം ജീവിതം. ജീവിതത്തിന്റെ സമസ്ത തലങ്ങളും തിരുവചനത്തിനനുസാരമാകണം. പുനരാഗമന പ്രത്യാശ നിർഭരമാകണം. അപ്പൊ ഈ കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയിണക്കുമ്പോൾ ഉത്തമത്വത്തിൽ നമ്മൾ അത്യുത്തമമായതിലേക്ക് ചേക്കേറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നാട്ടുകാരോട് സുവിശേഷം പറയാനാ പോവുക. പക്ഷെ അതിനു മുമ്പ് വീട്ടുകാരോട് വല്ലതും പറയണമല്ലോ. അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര പാടാ പെന്തക്കോസ്തുകാരെ മുമ്പിൽ ഇരുത്തിയിട്ട് നാട്ടുകാരോട് സുവിശേഷം പറയാൻ. മനസ്സിലായില്ലേ? ഭയങ്കര പാടാ. നമുക്ക് ദാവീദ്, ഗോലിയാത്ത്, ഏലിയാവ്, കർമ്മേല്, കൊടുമുടി എന്നൊക്കെ പറയുമ്പോഴേ 4
അറിയാവുന്നവർക്ക് സ്വോത്രം അന്യഭാഷയൊക്കെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് കുറെ കാര്യം പറഞ്ഞിട്ട് നാട്ടുകാരിലേക്ക് തിരിയുക. നമ്മൾ ഒരുമിച്ച് തിരിയുക. സന്തോഷമാണോ? നമ്മൾ അധമകാലത്തിലായിരുന്നു, അവിടുന്ന് കർത്താവ് നമ്മളെ ഉത്തമകാലത്തിൽ കൊണ്ടുവന്നു. ഇനി കൊണ്ടുപോകാൻ പോകുന്നത് അത്യുത്തമമായതിലേക്ക്. അതിന്റെ യോഗ്യതകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസം, ക്രിസ്തീയ വിശ്വാസത്തിൽ അടക്കം ചെയ്ത 3 കാര്യങ്ങളുണ്ട്. 3 തലങ്ങൾ എന്നെഴുതിക്കോണം. 3 തലങ്ങളാണ്. ഹല്ലേലൂയ. 3 കാലങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി 3 തലങ്ങളുണ്ട് ഇതിനകത്ത്. ക്രിസ്തീയ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ രോഗസൗഖ്യം അതും ഇതും ഇടപാടും മാത്രമല്ല. ഇതിനകത്ത് 3 തലങ്ങളുണ്ട്. എന്തൊക്കെയാണ് 3 തലങ്ങൾ? ഒന്ന്, ഉപദേശപരമായ വിശ്വാസം, ഡോക്ട്രിനൽ ഫെയ്ത്ത് എന്ന് പറയും. ഉപദേശപരം. യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിന്റെ ഉപദേശം അനുസരിച്ചേ പറ്റുകയുള്ളൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? കർത്താവിന്റെ മുഴ മാറ്റി, എന്റെ നട്ടല് വേദന, എന്റെ വീക്കം, താക്കം, മുട്ടൽ, ചതവേ, പൊള്ളൽ, ഇതിനൊക്കെ കർത്താവ് ഭയങ്കര വൈദ്യനായിരുന്നു. ഇതുപോലൊരു വൈദ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവേശം കൊള്ളാറുണ്ട്. പക്ഷെ യേശുവിന്റെ വിശ്വാസം രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല. യേശുവിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഉപദേശത്തിൽ നിൽക്കാൻ വേണ്ടിയുള്ളതാണ്. അതാണ് ഡോക്ട്രിനൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. 2 യോഹന്നാന്റെ ലേഖനം 9-ാമത് വാക്യം. 2 യോഹന്നാൻ 9-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. ആരാണ്ട് എഴുതി ഉണ്ടാക്കി ഏതാണ്ട് ഉപദേശത്തിൽ നിൽക്കുന്നതല്ല കാര്യം. വേദപുസ്തകത്തിൽ കുഞ്ഞു വാക്യം കൊണ്ടുപോലും തെളിവ് കൊടുക്കാനാവാത്ത വിധമുള്ള ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിൽക്കുന്നവർ ക്രിസ്തീയ വിശ്വാസത്തിലാണെന്ന് അവർ പറയുക. പക്ഷെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നവൻ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്നേ പറ്റുകയുള്ളൂ. അതാണ് ഞങ്ങൾ അവസരം കിട്ടുന്ന സകലയിടങ്ങളിലും മൈക്ക് കെട്ടിവെച്ച് സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ കാരണം. അത് ക്രൈസ്തവനും കൂടെ മനസ്സിലാക്കണം എന്താണ് ക്രിസ്തീയ ജീവിതം. അത് യേശുവിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതിനെ ഡോക്ട്രിനൽ ഫെയ്ത്ത് എന്നാണ് പറയുക. യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ ഭക്ഷണവും ഭാഷണവും, നമ്മുടെ സാമൂഹ്യ ജീവിതവും, സഭാ ജീവിതവും, നമ്മുടെ ദാമ്പത്യ ജീവിതവും, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളും, നമ്മുടെ രാത്രികളും നമ്മുടെ പകലുകളിലുമെല്ലാം 100 കണ്ണുകൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മിലൂടെ ജനം കാണേണ്ടത് നമ്മിലെ പാപ്പച്ചനെ, തങ്കച്ചനെയോ എബിയോ ഒന്നുമല്ല, നമ്മിലൂടെ ക്രിസ്തുവിനെ കാണണം. അതാണ് പ്രാക്ടിക്കൽ ഫെയ്ത്ത്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി മാറണം. ക്രിസ്ത്യാനി കള്ളു കുടിക്കുന്നു, ക്രിസ്ത്യാനി പുകവലിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, വട്ടിപ്പലിശ, കൊള്ളപ്പലിശ, കള്ള് കച്ചവടം നടത്തുന്നു. ആ ക്രിസ്ത്യാനി അല്ല. അങ്ങനെ ക്രിസ്ത്യാനി ആകണമെന്നുണ്ടെങ്കിൽ അവൻ പ്രാക്ടിക്കൽ ഫെയ്ത്തിലേക്ക് വന്നേ പറ്റൂ. പ്രാക്ടിക്കൽ ഫെയ്ത്തിലേക്ക് വരുമ്പോൾ ഈ വിധമായ ക്രിസ്തു നിഷേധാത്മകമായ മുഴുവനും ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഞാനിങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്നയാള്. കളിക്കവട മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നാഷണൽ ഹൈവേയിലൂടെ ആകട്ടെ, MC റോഡിലൂടെ ആകട്ടെ, ഇടവഴികളിലുള്ള റോഡിലൂടെ ആകട്ടെ, ഇഷ്ടംപോലെ യാത്ര ചെയ്യുമ്പോഴെല്ലാം കാണുന്ന ഒരു സംഗതിയുണ്ട്. ഭയങ്കര അക്ഷരത്തിൽ ആനക്കാല് വലിപ്പത്തിൽ ചാരായമെന്ന് കള്ളെന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബോർഡുകൾ കണ്ടിട്ടുണ്ടല്ലോ? നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ ആ ചാരായം, കള്ള് എന്നുള്ള ബോർഡ് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അതിന്റെ അടിയിൽ ഞാനിത് പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം നല്ല കള്ള് എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയല്ല ശ്രദ്ധിക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആഹാ, എബി അബ്രാമിനെ കൊള്ളാലോ അങ്ങനൊന്നും വിചാരിക്കല്ലേ. ഞാൻ അതിനകത്ത് ലൈസൻസിന്റെ പേര് വായിക്കാൻ വേണ്ടി ഇത് ശ്രദ്ധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കള്ള ചാരായം എന്നെഴുതിയ ബോർഡിന്റെ അടിയിൽ ലൈസൻസിന്റെ പേരെഴുതിയിട്ടുണ്ട്. അത് മിക്കവാറും ചാക്കോച്ചൻ, അന്നമ്മ, ഏലിയമ്മ, തങ്കപ്പൻ, തങ്കച്ചൻ, പൊടിയച്ചൻ, ചെറിയാച്ചൻ എന്നൊക്കെ പറഞ്ഞുള്ള പേരുകൾ. മൂത്ത ക്രിസ്ത്യാനിയാ. ഇവന് കള്ള് കച്ചവട ജോലി. അവന് യേശുവിന്റെ ആണെന്നാ പറയുക. ഈ വചനം വെച്ചവൻ യേശുവിന്റെ അല്ലെന്ന് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ തള്ളേണ്ടത് തള്ളി, കൊള്ളേണ്ടത് മാത്രം കൊണ്ടുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്താൻ കഴിയുന്നതിനെയാണ് പ്രാക്ടിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അടിയും പിടിയും, വക്കീല്, കോടതി, ലോക്കപ്പ്, പോലീസുമായിട്ട് ഇങ്ങനെ നടക്കുന്നവൻ ക്രിസ്ത്യാനിത്വത്തിന് അപമാനമാണ്. അറിയാമോ? ദേശത്തെ മറ്റുള്ളവന്റെ ദുഃഖത്തിന്, വേദനയ്ക്ക്, നിരാശ്രയത്തിന്, അല്ലെങ്കിൽ അവരുടെ നിസ്സഹായ അവസ്ഥയ്ക്ക് കൂട്ടിരിപ്പുകാരാകാൻ പറ്റുന്നില്ലെങ്കിൽ, വിളമ്പിക്കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഉടുപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവരുടെ സഹയാത്രികനാകാൻ പറ്റുന്നില്ലെങ്കിൽ, അവരുടെ തേങ്ങലിന് ആശ്വാസമാകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ ഫെയ്ത്ത് ഇല്ല. പ്രാക്ടിക്കൽ ഫെയ്ത്ത് ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ യഥാർത്ഥ തലത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല എന്നതാണ് അതിന്റെ വസ്തുത. നമ്മളെ കാണുന്നവർ, നമ്മളെ കേൾക്കുന്നവർ, നമ്മളെ അറിയുന്നവർ നമ്മളോട് രഹസ്യമായിട്ടെങ്കിലും ചോദിക്കണം, ആർ യു ജീസസ്? നിങ്ങളാണോ യേശു?
യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സഹനം, യേശുവിന്റെ ത്യാഗം, യേശുവിന്റെ വിധേയത്വം, വിനയം, എളിമ, സൗമ്യത, ശാന്തത, ശാലീനതയൊക്കെ ഞങ്ങൾ വേദപുസ്തകത്തിലൂടെ വായിച്ചിട്ടുണ്ട്. ആ വായിച്ചതുപോലൊരു പ്രകൃതമാണ് നിങ്ങളിൽ ഞങ്ങൾ കാണുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ, അച്ഛനാണോ സത്യത്തിൽ യേശു? അതെ, ദേശത്ത് ഒത്തിരി യേശു ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ആകണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അതിനെയാണ് പ്രാക്ടിക്കൽ ഫെയ്ത്ത് എന്ന് പറയുക, പ്രായോഗിക വിശ്വാസം. അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞത് ഉപദേശപരമായ വിശ്വാസം, രണ്ടാമത് പറഞ്ഞത് പ്രായോഗിക വിശ്വാസമാണ്, മൂന്നാമതൊരെണ്ണമുണ്ട് ക്രിയേറ്റീവ് ഫെയ്ത്ത് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായ വിശ്വാസം. എന്താണ് സൃഷ്ടിപരമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ? എന്നെ കൊണ്ടൊന്നും ആകില്ല, പക്ഷെ എന്റെ കർത്താവിന് എന്നിൽ ഇത് ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വല്ലാത്ത പ്രതിസന്ധിയില്ല, ഭാരപ്പെടുന്നില്ല, എന്റെ കർത്താവ് എന്നെ സഹായിക്കാൻ മതിയായവനാ. അങ്ങനെ കർത്താവിലുള്ള അകമഴിഞ്ഞ വിശ്വാസത്തെയാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടെ സൗഖ്യം ഉണ്ടായിക്കൊള്ളും. നീ എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നതാണ് ഏത് വിശ്വാസം? ക്രിയേറ്റീവ് ഫെയ്ത്ത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ബോധ്യമാകുന്നുണ്ടോ? അതിതീവ്ര വിശ്വാസം. എന്റെ വിദ്യാഭ്യാസത്തിൽ, എന്റെ ബിസിനസ്സിൽ, എന്റെ ജീവിതത്തിന്റെ തലങ്ങളിൽ എന്നെ സഹായിപ്പാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന തീവ്രമായ വിശ്വാസമാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അവൻ എന്നെ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെങ്കിൽ ഞാൻ അവനെ തൊട്ടാൽ സൗഖ്യമാകണമല്ലോ. അങ്ങനെ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും തൊടാൻ മനസ്സ് കാട്ടുന്നതാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത്. ഈ ദിവസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധമായ വ്യഥകളുടെയും ദുഃഖങ്ങളുടെ, ദുരിതങ്ങളുടെ, ഭീഷണികളുടെ, ഇല്ലായ്മകളുടെ, വല്ലായ്മകളുടെ സാഹചര്യത്തിൽ പതറിപ്പോകേണ്ടതില്ല. റോമാലേഖനം 9:5 ഒരു മന്ത്രണമായി കൂട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് സൂക്ഷിച്ചോണം. റോമാലേഖനം 9:5 എന്താ? റോമർ 9:5 പറയുന്നത്? അവൻ സർവത്തിനും മീതെ ദൈവമാണ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അവൻ സർവത്തിനും മീതെ ദൈവമാകയാൽ ഞാൻ നിരാശപ്പെടുന്നില്ല. എന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ എന്റെ കർത്താവിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കാര്യം? എന്റെ അന്തരംഗത്തെ ഭയങ്കര ചൈതന്യം വരുത്തുന്ന ഒരു വാക്യമാണ് റോമർ 9:5. അവൻ സർവത്തിനും, സകലത്തിനും മീതെ അല്ല, ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യത്തിനും മീതെയല്ല, സർവത്തിനും മീതെ ദൈവമാണ്. ഹല്ലേലൂയ. സർവത്തിനും മീതെ ദൈവം എന്ന് പറഞ്ഞാൽ ട്യൂമറിന് മീതെ, ക്യാൻസറിന് മീതെ, കൊറോണയ്ക്ക് മീതെ, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മീതെ, അനുഭവിക്കുന്ന സകല വിഷമതകൾക്കും മീതെ പരിഹാരമായ ഒരു ദൈവമാണ് എന്റെ യേശു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആ വിശ്വാസത്തിന്റെ തീവ്രതയാണ് നമ്മിൽ ചിലത് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ സാമ്പത്തികത്തിന്റെ വലിപ്പമല്ല, നമ്മുടെ ബന്ധുബലത്തിന്റെ സ്വാധീനതയുടെ വലിപ്പമല്ല, നമ്മുടെ വിദ്യാശ്രേഷ്ഠത ഒന്നുമല്ല, പകരം അവനിലുള്ള ആശ്രയം നമുക്ക് വേണ്ടി വലിയത് ചെയ്യുമെന്നുള്ള വിശ്വാസം. അതിനെയാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതുള്ളവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അപ്പം വിശ്വാസത്തിന്റെ ഈ 3 തലങ്ങളെ നാം തിരിച്ചറിയാതെ പോകരുത്. ക്രിസ്ത്യ വിശ്വാസത്തിന് ഇങ്ങനെയൊക്കെയുള്ള അനവധി വിഷയ പഠനങ്ങളുണ്ട്. അതിനെ യഥോചിതം ഭംഗിയായി പഠിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. സമയം മുൻപോട്ട് പോകുന്നു. ഇനിയുള്ള നേരത്ത് ഞാൻ മുമ്പ് പറഞ്ഞ 3 കണ്ടന്റുകളുടെ വിശകലനമാണ് ഈ രാത്രിയിൽ തരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് ദൂരെയൊക്കെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, മാന്യശ്രോതാക്കളെ, നിഷ്പക്ഷമായിട്ട് സ്വാർത്ഥതയില്ലാതെ തീർച്ചയായും സുവിശേഷം എന്ന സത്യവചനത്തെ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഏത് ഇടവകയില, ഏത് സംഘടനയില, ഏത് സഭാവിഭാഗത്തില, അതൊന്നും വിഷയമല്ല. യേശുവെന്ന് നമ്മുടെ രക്ഷാനായകന്റെ, വീണ്ടെടുപ്പുകാരന്റെ, കാലത്തിന്റെ കാരണഭൂതന്റെ, ലോകത്തിന്റെ വിധികർത്താവിന്റെ, എന്റെയും നിങ്ങളുടെയും പ്രാണന്റെ മേൽ പരമാധികാരമുള്ള ആ കർത്താവിന്റെ വചനത്തെ അതിശ്രേഷ്ഠമായ നിലയിൽ നിരുപാധികം ഏറ്റെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞാൻ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകാതിരിക്കത്തക്ക നിലയിൽ യേശുവിന്റെ ആസ്തി ബാധ്യത എന്താ, യേശുവിന്റെ ആധികാരികത എന്താ, എല്ലാവരും കൂടെ അങ്ങ് വിശ്വസിച്ചാൽ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുമ്പോൾ യേശുവിന്റെ മഹത്വം എന്താ, യേശുവിന്റെ സവിശേഷത എന്താ എന്ന വസ്തുത നമ്മൾ അറിയണം. ഹല്ലേലൂയ. അറിയാൻ താല്പര്യമാണോ? പ്രൈസ് ദി ലോർഡ്. അവരിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുമ്പോൾ എന്തോ മഹത്വം യേശുവിലുണ്ടല്ലോ. അതെന്താണെന്ന് നമ്മൾ അറിയണം. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ പറയാം: യേശുവിൽ എല്ലാവരും വിശ്വസിച്ചാൽ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുന്നതിന്റെ ആധികാരികത എന്താ, ആധാരം എന്താ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 പ്രധാന ചിന്തകൾ പഠിക്കണം. എല്ലാവരും 2 പ്രധാന വിഷയങ്ങൾ പഠിക്കണം. ക്രിസ്തു പരിജ്ഞാനത്തിൽ 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. ഉണ്ടോ? മനുഷ്യത്വത്തിന്റെ തിളക്കം.
തിളക്കം. 33.5 വർഷം പാർത്തലത്തിൽ ജീവിച്ച മനുഷ്യ പ്രകൃതം കുറ്റമില്ലാത്തതായിരുന്നു, ആക്ഷേപമില്ലാത്തതായിരുന്നു, അപവാദരഹിതമായിരുന്നു. വിസ്താര മണ്ഡപങ്ങൾ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടുപിടിക്കാനാവാത്ത വിധം എല്ലാവരും അന്തം വിട്ടുപോയി. ഒടുവിൽ വിസ്തരിച്ചവർ തലകുനിച്ച് ജാള്യതയോടെ നിന്നു, വിസ്തരിക്കപ്പെട്ടവൻ നെഞ്ചു വിരിച്ച് അഭിമാനത്തോടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. റോമൻ പ്രൊക്യുറേറ്റർ ആയിരുന്ന പീലാത്തോസിന്റെ പ്രെട്ടോറിയം ഇതുപോലെ കെട്ടി ഉയർത്തപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം, അവിടെ യേശുവിനെ നിർത്തി പരസ്യമായി വിസ്തരിക്കുമ്പോൾ ഒടുവിൽ വിസ്തരിച്ച പീലാത്തോസ് ലജ്ജിതനായി പോയി. അവൻ പറയുന്നു, ഞാൻ ഇവരിലൊരു കുറ്റവും കാണുന്നില്ല. യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമാണത്. യേശു തന്നെ ജനകോടികളോട് പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം. ആ വാചകമാണ് എന്നെ യേശുവിനെ പ്രസംഗിക്കാൻ വളരെ ചെറുപ്പത്തിൽ കടലിലേക്ക് പിടിച്ചിറക്കിയത്. മനസ്സിലായോ? നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം. ഒത്തിരി മഹാന്മാരെ കുറിച്ച് പഠിച്ചു, ഒത്തിരി അവതാര പുരുഷന്മാരെ കുറിച്ച് പഠിച്ചു, ഒത്തിരി യുഗപ്രഭാവന്മാരെ കുറിച്ച് പഠിച്ചു, ഒത്തിരി വേദജ്ഞാനികളെ കുറിച്ച് പഠിച്ചു, ഒത്തിരി ദാർശനിക പ്രബോധകന്മാരെ ഒക്കെ ആഴത്തിൽ പഠിച്ചിട്ട് അവരാരും പറയാത്തൊരു മഹത്വരമായ വാചകമായി എന്റെ യേശു യോഹന്നാൻ 8:46 പറഞ്ഞിരിക്കുന്ന വാക്യം മറക്കല്ലേ കുഞ്ഞുങ്ങളാരും. യോഹന്നാൻ 8:46 നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം. ഹല്ലേലൂയ. അതവന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. എന്തിന് അല്പം കൂടെ പുറകോട്ടിറങ്ങിയാൽ ജനിക്കുന്നതിന് മുൻപ് ദൂതൻ വന്ന് പറഞ്ഞൊരു അനുഗ്രഹീത പ്രസ്താവനയുണ്ട്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഒരു വിശുദ്ധ പ്രജ. കണ്ടോ? ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ളതല്ല, ഒരു കുഞ്ഞ് ജനിക്കുമെന്നല്ല പറഞ്ഞത്. ആ കുഞ്ഞിനൊരു വിശേഷണം കൊടുക്കുന്നു, വിശുദ്ധ പ്രജ. വിശുദ്ധ പ്രജ എന്ന പരസ്യം ചെയ്യപ്പെട്ട ശേഷം ജനിച്ചപ്പോൾ വിശുദ്ധനായി തന്നെ ജനിച്ചു, ജീവിച്ചപ്പോൾ വിശുദ്ധനായി തന്നെ ജീവിച്ചു, മരണം വരെ വിശുദ്ധിയോടുകൂടെ നിലകൊള്ളവനായിരുന്നു എന്റെ കർത്താവ്. അതാണ് അവന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം. ഗലീലയുടെ തീരപ്രദേശങ്ങളിലൂടെ, ഫലസ്തീന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ, കഫർനഹൂമിന്റെ തെരുവീഥികളിലൂടെ, ബേത്ഫാഗയിലും ബഥാന്യയിലും ബെഥസ്ദയിലും അങ്ങ് കെദ്രോനോട് കടന്ന മലമുകളിലേക്ക്, അങ്ങ് ഒലിവുമലയുടെ നെറുകയിൽ ഗത്സമന തോട്ടത്തിൽ അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് ആലയത്തിന്റെ തിരുമുറ്റത്ത് പല പ്രാവശ്യം യാത്ര ചെയ്ത യേശു സാധാരണ ജനങ്ങളോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഉരഞ്ഞു നടന്നു. പക്ഷെ ആർക്കും അവനെ കുറിച്ചൊരു തിന്മ പറയാനില്ലായിരുന്നു. ഹല്ലേലൂയ. അതാണ് യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം. അങ്ങനെ ഒരു മനുഷ്യത്വം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ എന്ന എന്റെ ചോദ്യം. ഉണ്ടാക്കിയേ പറ്റൂ. ഞാൻ അടക്കം നമ്മളെല്ലാവരും ആ യേശുവിനെ പോലെ മനുഷ്യത്വത്തിന്റെ തിളക്കമുള്ളവരാകണം. അടുത്തത് യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വമാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് പഠിക്കുന്നവര് രണ്ട് കാര്യം പഠിക്കണം. യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം, രണ്ട് യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വം. ദൈവത്വത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യേശു ഒരു ഗുരുക്കന്മാരുടെ ഗുരുവാണ്, നേതാക്കന്മാരുടെ നേതാവാണ്. യേശു ഒരു ബുദ്ധി രാക്ഷസനായിരുന്നു, യേശു ഒരു സഖാവാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. മാക്സ്, എംഗൽസ്, ലെനിൻ, ചെഗുവേര അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ആദർശവാദികളും അതിന്റെ സ്ഥാപകരും അതിന്റെ വ്യാപനത്തിന് വേണ്ടി നിലകൊണ്ടവരുമായ പ്രമുഖ താരങ്ങളോടൊപ്പം യേശുവിനെയും കൂടെ എടുത്തു വെച്ചുകൊണ്ട് സഖാവ് ക്രിസ്തു എന്നൊക്കെ പറയുന്ന ഒട്ടനവധി നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. സ്നേഹം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ഒരു സഖാവ് തന്നെയാണ് യേശു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് തെറ്റൊന്നുമല്ല. പക്ഷെ യേശുവിനെ അങ്ങനെ മാത്രം കണ്ടാൽ പോരാ. യേശു സാക്ഷാൽ ദൈവമാണ്. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശു ദൈവമാണെന്നുള്ള വിശ്വാസ സംഹിതയിലേക്ക് വരുമ്പോഴാണ് ക്രിസ്ത്യാനിത്വം ധന്യമാകുന്നത്. കണ്ടില്ലേ? യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി അത് മാത്രം പറയണം. തീത്തോസിന്റെ ലേഖനം 2:12 വാക്യം മറക്കരുത്. ഞാൻ ഇനി പറയാൻ പോകുന്ന വാക്യങ്ങൾ ദൈവമക്കളുടെ ഉൾത്തടത്തിൽ ആഞ്ഞു പതിക്കണം. ജീവിതത്തിന്റെ സമരമുഖങ്ങളുടെ മുമ്പിൽ, സംഘർഷ വേളകളിൽ, സമ്മർദ്ദ സാഹചര്യങ്ങളിലൊക്കെ ഒരു മണിമുടക്കം പോലെ, ഒരു ടോണിക്ക് പോലെ ഈ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വാക്യം മൊത്തം കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ റഫറൻസ് എങ്കിലും ഓർത്തിരിക്കണം. തീത്തോസ് 2:12 മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു. കണ്ടോ? യേശുവിനെ എങ്ങനെ വിളിച്ചിരിക്കുന്നേ? ഒന്ന് പറഞ്ഞ എല്ലാവരോട്, എങ്ങനെയുള്ള ദൈവം? മഹാദൈവമാണ്. അങ്ങനെയാണെങ്കിൽ മോളെ, മഹാകാര്യം ജീവിതത്തിൽ ചെയ്യാൻ ഈ മഹാദൈവത്തെ കൊണ്ടേ കഴിയത്തുള്ളൂ. നീ പിന്നെ വേറെ ആരെ ആശ്രയിക്കുന്നത്? എവിടെ കുമ്പിടാൻ പോകുന്നത്? എവിടെ പ്രണമിക്കാൻ പോകുന്നത്? അല്ല, മഹാദൈവത്തെ നമുക്ക് ദൈവം തന്നിരിക്കുമ്പോ പിന്നെ വേറെ ആരാണ്ടറ പുറകെ എനിക്ക് വേണ്ടിയും കൂടെ എന്ന് പറഞ്ഞു പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? യേശു സാധാ ദൈവമല്ലെന്ന് മഹാദൈവമാണ്. യേശുവിനെ കുറിച്ചുള്ള ദൈവത്തെ പരിജ്ഞാനം ഏറ്റെടുക്കുക. അബദ്ധം കാണിക്കാതെ വേദപുസ്തകത്തിലെ കുഞ്ഞുവാക്യം കൊണ്ട് പോലും തെളിവ് കൊടുക്കാൻ ആവാത്ത വിധമുള്ള ആശ്രയത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് യേശു മഹാദൈവമാണെന്ന്
ദൈവമാണെന്നുള്ള വീണ്ടും വിചാരത്തിലേക്ക് മടങ്ങി വരണം ജനത. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇവിടെ നേർച്ച കാഴ്ചകൾ, അർപ്പണ തർപ്പണാദികൾ, ചെരിപ്പിട്ടോ ചെരിപ്പിടാതെയോ പദയാത്രകൾ, തീർത്ഥയാത്രകളൊക്കെ ചെയ്ത് ഒത്തിരി പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഏതാണ്ടൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ സുഹൃത്തെ, താങ്കൾ മറന്നു പോകുന്നത് യേശു മഹാദൈവമാണെന്നുള്ള വീണ്ടും വിചാരമാണ്. വേദപുസ്തകം വ്യക്തമായി നമ്മുടെ നെഞ്ചകത്തിലേക്ക് പാകി വെച്ചിട്ടുള്ള മഹത്വരമായ ഒരു വാക്യമാണ് തീത്തോസ് 2:12. അവൻ മഹാദൈവമാണ്. ഹല്ലേലൂയ. രണ്ടാമത് കേൾക്കണോ? 1 യോഹന്നാന്റെ ലേഖനം 5:20 വാക്യം. ഞാൻ ഈ വാക്യം എല്ലാം കൂടെ വായിപ്പിക്കാൻ തുടങ്ങി എപ്പോ യോഗം തീരുമെന്ന് നിങ്ങൾ ഈ പറയുന്നത്. അതുകൊണ്ട് വാക്യം വായിപ്പിക്കാതെ പറഞ്ഞു വിടുന്നത്. 1 യോഹന്നാൻ 5:20. അവൻ സത്യദൈവം നിത്യജീവനുമാണ്. യേശുവിനെ കുറിച്ചാ പറയുന്നത്. യേശു ആരാന്ന? സത്യദൈവം. യേശുവിനെ കുറിച്ച് അന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സുഖമാണോ? ചിലരുടെ മുഖത്തൊന്നും അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നില്ല. ഗോലിയാത്തിനെ തന്നെ വേണമെന്നും പറഞ്ഞാൽ ചിലരിയ്ക്കുന്നവർ എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്തിനോട് ഗത്തിപ്പോയിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടാ വന്നത്. ദാവീദിനോട് കിന്നരമൊക്കെ ആയിട്ട് രാജകൊട്ടാരത്തിയിരുന്നു. യേശുവിനെ കൊണ്ട് ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ചുവന്ന കാർപ്പറ്റും ഇതിന്റെ സംവിധാനമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചുവന്ന കസേരയും ഒരു CPM-ന്റെ താലൂക്ക് സമ്മേളനം പോലൊക്കെ ഉണ്ട് മുഖത്തിൽ നോക്കിയിട്ട്. ഓക്കെ, ഏതായാലും കർത്താവിനെ കുറിച്ച് മാത്രം അങ്ങ് പറയുക. ശ്രദ്ധിച്ച് കേട്ടോണം. അവൻ എങ്ങനെയുള്ള ദൈവമാ? മഹാദൈവമാ. 2, എങ്ങനെയുള്ള ദൈവമാ? സത്യദൈവമാണെന്ന് പറഞ്ഞാൽ പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ. അതിനകത്ത് മാറ്റമില്ല. ഉണ്ടോ? സത്യദൈവം. ഉപദേശത്തിൽ മാറ്റമില്ല, നിർണയത്തിൽ മാറ്റമില്ല, സ്നേഹത്തിന് മാറ്റമില്ല, വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. കണ്ടോ? നമ്മോടുള്ളതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ഉയർത്താമെന്ന് പറഞ്ഞാൽ ഉയർത്തുക തന്നെ ചെയ്യും. നിന്റെ കുഞ്ഞുങ്ങളെ പൊക്കുമെന്ന് പറഞ്ഞാൽ പൊക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? കുടുംബത്തിൽ നിന്ന് പലരും കൂടി ഇറക്കിക്കൊണ്ട് വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കും. ആർക്കും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ യോഗമടക്കമുള്ള ചില യോഗങ്ങളിലൂടെ ഇതിന്റെ അനന്തരഫലം എന്താണെന്നറിയാമോ? ആറ്റത്തമുള്ള ചില കുടുംബങ്ങളിൽ നിന്ന് ചിലർ ഇറങ്ങി വരും യേശുവിന്റെ പിന്നാലെ. അതാണ് കർത്താവ് അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി അത് പ്രഖ്യാപനം ചെയ്ത് സത്യദൈവം പറഞ്ഞതുപോലെ സംഭവ്യമാവും. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ദൈവത്വം, അവൻ സത്യദൈവമാണ്. ഇനി കേൾക്കണം. വെളിപ്പാട് പുസ്തകം 1:8 വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഓ, നമ്മുടെ കർത്താവ് ആരാ? എന്നിട്ട് സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ സർവശക്തി എന്ന് കേട്ടിട്ട്. കർത്താവ് എങ്ങനെയുള്ള ദൈവമാ? ശക്തനായവൻ എന്ന് പറയരുത്, സർവശക്തിയുള്ള ദൈവം. അതാണ് എബ്രായ പ്രയോഗം. എന്ന് പറഞ്ഞാൽ തുല്യം പറയാനില്ലാത്ത, ആ ശക്തി പോരാ ഈ ശക്തി എന്ന് പറയാൻ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലുമൊക്കെ യന്ത്രമുണ്ടല്ലോ, അത് 10 കുതിര, 100 കുതിര, 1000 കുതിര ശക്തി എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ തുലനപ്പെടുത്താൻ പറ്റും. പക്ഷെ ഒന്നിനോട് തുലനപ്പെടുത്താൻ കഴിയാത്ത ഒന്ന്, അതാണ് ആഹിദുഖുൽ. അതാണ് നമ്മുടെ കർത്താവ്. സർവശക്തിയുള്ളവൻ, അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്നവൻ. അങ്ങനെ ഒരു കർത്താവ് നമുക്കുള്ളത്. ഹല്ലേലൂയ. യേശുവിന്റെ ഈ ദൈവത്വത്തിന്റെ മഹത്വം അറിയാതെ ആരാന്റെ പുറകെ പോയിട്ട് ആശ്രയിപ്പാൻ പോകുന്നത് തന്നെ എന്നെ പഞ്ഞം പിടിച്ച് ഇടപെടാന്നറിയാമോ? സർവശക്തനായ ഒരുവൻ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. എന്റെ വീണ്ടെടുപ്പുകാരൻ സർവശക്തനാ. ഹല്ലേലൂയ. 89 വയസ്സിൽ അമ്മച്ചിയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം മാറ്റി 99 വയസ്സിൽ അപ്പച്ചന്റെ ശരീരത്തിലേക്ക് പുത്രോത്പാദന ശേഷി വർദ്ധിപ്പിച്ച് 1 ആണ്ട് കഴിയുമ്പോൾ ഞാനിതിൽ വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമെന്നല്ല അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞ വാക്ക് നിവർത്തിയാക്കി ആ വൃദ്ധ ശരീരങ്ങളിലേക്ക്, വൃദ്ധ ദമ്പതികളുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തത് സർവശക്തനായ നമ്മുടെ കർത്താവ് തന്നെ. അബ്രഹാമിന്റെ വീട്ടുമുറ്റത്ത് ചെന്നതും അവിടെ അപ്പവും കറിയും കഴിച്ചതും വേറെ ആരുമല്ല, 2 ദൂതന്മാരോടൊപ്പം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അവൻ സർവശക്തിയുള്ള കർത്താവ്. ഈ ദിവസങ്ങൾ വിങ്ങുന്ന ഹൃദയവുമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഈ സർവശക്തന്റെ കയ്യൊപ്പ് വീഴും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. നമ്മുടെ കർത്താവ് സർവശക്തൻ. തീർന്നില്ല. കൊലോസ്യ ലേഖനം 1:17 വാക്യം. യേശുവിന്റെ ദൈവത്വത്തിന്റെ വേറൊരു വാക്യമാണ് കൊലോസ്യർ 1:17. അവൻ സർവ്വത്തിനു മുൻപേ ഉള്ളവൻ. സർവ്വത്തിനു മുൻപേ ഉള്ളവൻ. ആ ഉള്ളവൻ എന്നുള്ളതിന്റെ ഗ്രാമറൊക്കെ കേട്ടോ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണം. സർവ്വത്തിന് മുമ്പേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായവൻ എന്നല്ല, ഉണ്ടാക്കപ്പെട്ടവൻ എന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തെറ്റിയാണ് സംഭവം. ദൈവവചനം എഴുതി വെക്കുമ്പോൾ അക്ഷരങ്ങൾക്ക് തന്നെ എന്നെ പ്രസക്തി എന്നറിയാമോ? അവൻ സർവ്വത്തിന് മുൻപേ ഉള്ളവൻ. ഉണ്ടായവൻ എന്ന് പറഞ്ഞാൽ തുടക്കമായതിന്, തുടക്കമുള്ളതിനൊക്കെ ഒടുക്കമുണ്ട്. കണ്ടോ? ഉണ്ടാക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആരംഭമായതിന്, ആരംഭമുള്ളതിനെല്ലാം അവസാനമുണ്ട്. അപ്പൊ തുടക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത, ആരംഭമില്ലാത്ത, അവസാനം
അവസാനമില്ലാത്ത, ആദിയില്ലാത്ത, അന്തമില്ലാത്ത, ജനനമില്ലാത്ത, മരണമില്ലാത്ത, മലയാളിക്ക് മനസ്സിലാകുന്ന പദം പറയാം, ജയന്തി ഇല്ലാത്ത, സമാധി ഇല്ലാത്ത ഒരുവൻ. അതുകൊണ്ടാണ് പറയുന്നത് അവൻ ഉള്ളവനാണ് എന്ന് പറഞ്ഞ നിത്യനാണ് എന്റെ കർത്താവ്, ശാശ്വതനാണ് എന്റെ കർത്താവ്, അനാദിയായി ഉള്ളവനാണ് എന്റെ കർത്താവ്. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുന്നമേ, ബാക്കി പറ, അനാദിയായും ശാശ്വതനായും ദൈവമായവൻ. യേശു നിത്യനായതുകൊണ്ട് നിത്യത നമുക്ക് തരാൻ പറ്റുന്നത്, യേശു നിത്യനായതുകൊണ്ട് നിത്യജീവൻ നമുക്ക് തരാൻ പറ്റുന്നത്. അതുകൊണ്ട് അവൻ ഉണ്ടായവനല്ല, പിന്നെ ഉള്ളവനാണ്. അതല്ല യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു 1:1. ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, ആദിയിൽ വചനം ഉണ്ടാക്കി എന്നല്ല, പിന്നെന്താ പറയാ, ഉണ്ടായിരുന്നു. നിത്യത്വമാണ് വെളിപ്പെടുത്തുന്നത്. ആ വചനം ദൈവമായിരുന്നു, ദൈവത്വമാണ് വെളിപ്പെടുത്തുന്നത്. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വ്യക്തിത്വമാണ്. അപ്പം നിത്യത്വമുള്ള, വ്യക്തിത്വമുള്ള, ദൈവത്വമുള്ള ഒന്നാണ് വചനം. ആ വചനമാണ് ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, നിത്യനായ ദൈവം. ഈ 1:17 ആ വാക്യം ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് രാത്രി സകല പപ്പന്മാരും മമ്മിമാരും സകല കുഞ്ഞുങ്ങളും, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശുശ്രൂഷക വൃന്ദങ്ങൾ, ബഹുമാന്യരായ എല്ലാവരും കൊലോസ്യർ 1:17 നെഞ്ചകത്തിൽ പാകി വെച്ചിട്ടേ പോകാവൂ. ജീവിതത്തിന്റെ എല്ലാ വെല്ലുവിളികളുടെയും മുമ്പിൽ നമുക്ക് മറുപടിയായി വീഴുന്നൊരു വാക്യമാണ് കൊലോസ്യർ 1:17. ആദ്യം പറയുന്നവൻ സർവത്തിനും മീതെ അല്ല, അവൻ സർവത്തിനു മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം നോക്കിക്കേ, അവൻ സർവത്തിന്റെയും ആധാരമായവൻ. സർവത്തിന്റെയും അതിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നടക്കേണ്ട കാര്യമില്ല. അതിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞരങ്ങി മൂളിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ പറ്റും. സാക്ഷ്യം പറയാനൊക്കെ എഴുന്നേറ്റ് നിന്ന് കരയുന്ന കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച മുതൽ പിന്നെ കുറെ നേരം എങ്ങനടിയാ, അടുത്ത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരാഴ്ചത്തെ സാക്ഷ്യം പറയാൻ കഴിഞ്ഞപ്പോൾ ചെറുതി ഇപ്പൊ 2-3 ആഴ്ചയായി. പറയുന്നെന്തോ പരാധീനതയുടെ പഞ്ഞത്തിന്റെ വർത്തമാനമോ പറയാൻ പോലെ. അവൻ എന്നെ എടുത്തിട്ട് കുടഞ്ഞു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആര്? സാത്താൻ എന്നെ എടുത്തിട്ട് കുടഞ്ഞു, അവന്റെ നാമം വാഴ്ത്തപ്പെടും. പരസ്പര ബന്ധമില്ലാത്ത വാചകങ്ങൾ ഇങ്ങനെ കണ്ണുനീരും ചാലിച്ച് ആകപ്പാടെ പറഞ്ഞു പിടിപ്പിക്കുന്ന നമ്മുടെ ചിലരുടെ സാക്ഷ്യം. പക്ഷെ ഈ വാക്യത്തിന്റെ ആധാരം അറിയാത്തതാ. അവൻ സകലത്തിനും ആധാരമായവൻ. ആരാ സകലത്തിനും ആധാരം? നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സകലത്തിനും ആധാരം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആഹാരത്തിന്റെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. ഒരു നേരം പോലും മുട്ടുവരാതെ നിനക്ക് വിളമ്പിത്തരാൻ കഴിയുന്ന ഒരു ആധാരം കയ്യിലുള്ളവൻ. ആഹാരത്തിന്റെ ആധാരം മാത്രമാണോ വെച്ചാ? ആരോഗ്യത്തിന്റെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. ഡോക്ടർമാരുടെ കയ്യിലൊന്നുമല്ല, ആസ്ട്ര മെഡിസിറ്റിയുടെ കയ്യിൽ, നിംസിന്റെയോ കിംസിന്റെയോ മിംസിന്റെയോ ഒന്നും കയ്യിലല്ല. ആ അമൃതായുടെ കയ്യിലോ ലേക്ഷോറിന്റെ കയ്യിലോ ഒന്നുമല്ല നമ്മുടെ ആധാരം. നമ്മുടെ ആരോഗ്യത്തിന്റെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. വിശ്വാസത്തോടെ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആത്മീക ആരോഗ്യം ജനഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ, സൗഖ്യത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ആശങ്കകൾ മാറട്ടെ, ഉത്കണ്ഠകൾ മാറട്ടെ. ഇന്ന് രാത്രി ചില ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തിയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ ആശങ്കകളും ഉത്കണ്ഠകളും ഭയങ്ങളും മാറിപ്പോകട്ടെ. നാഡീനരമ്പുകൾ, അസ്ഥിവ്യൂഹങ്ങളിൽ, മാംസപേശികളിൽ, ഓരോ കോശങ്ങളിലും ദൈവശക്തി വ്യാപരിക്കട്ടെ. കാരണം ആരോഗ്യത്തിന്റെ ആധാരം കർത്താവിന്റെ കയ്യിൽ. യേശു ആരാ? അതുകൊണ്ടാ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും. കർത്താവിന്റെ മഹത്വം നമ്മൾ പഠിക്കുന്ന ഓർത്തോണം. മനസ്സിലാകുന്നുണ്ടോ? ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും എന്തോ ചെയ്യത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. തലമുറ ദൈവം തന്നിട്ടുണ്ടല്ലോ ഉദരഫലമായി പ്രതിഫലങ്ങൾ. അവരുടെ ഭാവിയുടെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. നിന്റെ കുഞ്ഞുങ്ങൾ അതുവഴി ഇതുവഴി കറങ്ങി നടക്കത്തില്ല. ആപത്തിനായിട്ടല്ല മമ്മി പ്രസവിച്ചത്, പപ്പ ആപത്തിനായിട്ടല്ല താങ്കൾ പ്രസവിച്ചത്. മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിലൊരു ജനനം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ആപത്തിനല്ലെന്ന്. ആ തലമുറയുടെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. അവൾ എവിടെ പഠിക്കണം, അവൻ എവിടെ പഠിക്കണം, മുംബൈ പഠിക്കണോ, ബാംഗ്ലൂർ, മാംഗ്ലൂർ, പൂനെ, താന, അതോ അങ്ങ് ദില്ലിയിലോ, അതോ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് അടുത്ത രാജ്യത്ത് പോകണോ, ഇതിനൊക്കെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. അല്ലാതെ അളിയന്റെ പെങ്ങളുടെ ഉപ്പാപ്പന്റെ കൊച്ചപ്പന്റെ മച്ചാന്റെ മൈനിയുടെ ഒന്നും കയ്യിലല്ല നമ്മുടെ തലമുറയുടെ ആധാരം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഏറ്റെന്നും പറഞ്ഞു പോയ കുറെ അളിയന്മാരുണ്ടല്ലോ, ഇപ്പൊ വിളിക്കുമ്പോ അവര് പറഞ്ഞു കൊറോണ അല്ലായിരുന്നോ, ഇപ്പൊ ആരെയും അങ്ങോട്ട് കൊണ്ടുവരുന്നില്ലെന്നാ പറയാ. അവര് കൈ ഒഴിഞ്ഞു. മനസ്സിലായി? കൊറോണ വരാൻ അവര് കാത്തിരുന്ന പോലെയാ ഇപ്പൊ പറയുന്നത് കേട്ടോ. ചേട്ടാ അന്ന് പറഞ്ഞായിരുന്നല്ലോ മോടെ പഠിത്തം കഴിഞ്ഞു, ഇനി എങ്ങനെങ്കിലും അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ. അയ്യോ പെങ്ങളെ, ഒരു രക്ഷയില്ല. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഈ രാജ്യത്തോട്ട് ആരും എന്ത് ചെയ്യുന്നില്ല.
അത് കേട്ടപ്പോൾ മുതൽ നമ്മുടെ പാതി ജീവൻ പോയിട്ട് വല്ലാതെ ചുമയും പിടിച്ച് പനിയും പിടിച്ച് വിറയിലും പിടിച്ച് നടക്കുക. നീ അങ്ങനെ വിറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രി ഏറ്റെടുക്കണം. എൻ്റെ കുഞ്ഞിന്റെ ആധാരം എൻ്റെ കർത്താവിന്റെ കയ്യിലാണ്. എന്റെ കുഞ്ഞ് അന്യാധീനപ്പെട്ട് അരിഷ്ടതാവസ്ഥയിൽ കന്തഛിദ്രത്തിലേക്ക് വഴിയാധാരമായി പോകത്തില്ല. എന്റെ തലമുറ ഇടത്തോട്ടും വലത്തോട്ടും പരക്കുമെന്നുള്ളത് കർത്താവിന്റെ സനാതന വാഗ്ദത്വമാണ്. വിശ്വസിക്കുന്നവർ, എനിക്ക് പണിയാൻ കഴിയാതെ പോയി ശൂന്യശിഷ്ടങ്ങളെ എന്റെ തലമുറ പണിയുമെന്നുള്ളത് വാചനത്തിലൂടെ എനിക്ക് തന്ന കാര്യമാണ്. എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും എന്നുള്ളത് ദൈവം എന്നോട് പറഞ്ഞ കാര്യമാണ്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. അപ്പൊ കൊലോസ്യലേഖനം 1:17 വാക്യത്തിൽ അങ്ങനെ 2 പ്രയോഗങ്ങളുണ്ട്. റോമാലേഖനം 9:5 വാക്യം. റോമർ 9:5 പറയുന്നത് അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. സ്തോത്രം പറഞ്ഞില്ലല്ലോ. യേശു ആരാ? സർവത്തിനും മീതെ. ഇന്ന് അനുഭവിക്കുന്ന സകല വ്യഥകളുടെയും സകല ഭൂതപ്രേത പിശാചുക്കളുടെയും സകല ഉപരോധങ്ങളുടെ സകല വിലക്കുകളുടെയും മീതെ ദൈവമായിട്ടൊരുവനുണ്ട്. അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. യേശു 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 എന്ന് പറയുമ്പോൾ ബെത്ലഹേമിൽ തുടങ്ങി അങ്ങ് ഗോൽഗോഥായിൽ അവസാനിച്ച ഒരു ഏർപ്പാടല്ലെന്ന് പഠിക്കാദ്യം. കല്ലറത്തോട്ടത്തിൽ യഹൂദന്മാരുടെ മര്യാദയ്ക്ക് അനുസരിച്ച് അടക്കം ചെയ്തതോടെ തീർന്ന ഒരു ഇടപാടല്ല എന്റെ യേശുവിൻ്റെത്. യേശുവിന്റെ പൂർവാസ്തിത്വം ബെത്ലഹേമിന് മുൻപ് എന്റെ യേശു ഉണ്ട്. മനസ്സിലായോ? ഗോൽഗോത്തായ്ക്ക് ശേഷം എന്റെ യേശു ഉണ്ട്. യേശുവിന്റെ പൂർവാസ്തിത്വം, വർത്തമാനകാല യേശുവിന്റെ സ്ഥിതിവിശേഷം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ യേശുവുമായിട്ട് അങ്ങ് ചേർന്നോണം നന്നായിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്തോ ചെയ്യത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. എത്ര പേർക്ക് ഉറപ്പായി? അപ്പൊ യേശുവിൽ വിശ്വസിക്കാനുള്ള ആധാരം, യേശുവിൽ വിശ്വസിക്കാനുള്ള ആധികാരികത, യേശുവിന്റെ ആസ്തി എന്താ എന്നാ ഞാൻ പറഞ്ഞു തന്നത്. പുതിയ നിയമത്തിലെ വാക്യങ്ങൾ മാത്രമാണ് ഞാൻ തന്നത്. പഴയ നിയമം എന്നെ വിചാരിക്കും 10-39 പുസ്തകം തന്നിട്ട് അതിനകത്തൊന്നും ഒരു വാക്യം പോലും ഞങ്ങൾ ഇത്രയും കാര്യമായിട്ട് മിശിഹായെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് ഒരു വാക്യം പോലും ഉപദേശിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പഴയ നിയമക്കാർ വേവലാതിപ്പെടാതിരിക്കാൻ, പരാതി പറയാതിരിക്കാൻ ഗംഭീരമായൊരു വാക്യം തരാം. യെശയ്യാ പ്രവചനം 9:6 അവൻ വീരനാം ദൈവമാണ്. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകാതിരിക്കുന്നതിന്റെ കാരണം ഞാൻ വിശ്വസിക്കുന്ന എന്റെ യേശു എനിക്ക് വീരപ്രവൃത്തി ചെയ്യാൻ കഴിയുന്നവനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യെശയ്യാ പ്രവചനം 9:6 എങ്ങനെ പറയുക? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്ന, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുവാൻ, അത്ഭുത മന്ത്രി, ബാക്കി പറ, വീരനാം ദൈവമാണ്. വീര്യം പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. എന്റെ മുൻപിലുള്ള പർവ്വതങ്ങളെ നീക്കുക, എന്റെ മുൻപിലുള്ള ചെങ്കടലിനകത്തോടെ നടവഴി ഉണ്ടാക്കുക, എന്റെ മുമ്പിൽ അലറി ഒഴുകുന്ന ഈ യോർദാനെ വകഞ്ഞു മാറ്റാൻ കഴിയുന്നവൻ, എന്റെ അവകാശ ഭൂമിയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ശക്തികളെ മാറ്റി എന്റെ അവകാശത്തിന്റെ ആ സംവിധാനത്തെ എനിക്ക് നൽകാൻ കഴിയുന്നവൻ, അതിന് മീതെ വെച്ച് വാദിക്കുന്ന സകല ചെങ്കോലുകളെയും തട്ടിമാറ്റാൻ കരുത്തുള്ള ഒരു വീരനായവൻ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വീരനാം ദൈവമാണ്. ഇത്രയും വാക്യങ്ങൾ അങ്ങോട്ട് തന്നത് എന്തിനാണെന്നറിയാമോ? ഈ കർത്താവിൽ മാത്രം വിശ്വസിക്കാനാണ്. വട്ടിപ്പലിശക്കാരന്റെ പുറകെ പോകരുത്, കൊള്ളപ്പലിശക്കാരന്റെ പുറകെ പോകരുത്. ലോണ് തരാൻ എന്ന് പറഞ്ഞ് ബാങ്കുകാർ കൈമാറി വിളിക്കുമ്പോൾ ഓടി അങ്ങോട്ട് ചെന്ന് വാങ്ങിക്കരുത്. ഒരു ഗഡു അടഞ്ഞില്ലെങ്കിൽ അറിയാം അവന്റെ തനി സ്വഭാവം. മനസ്സിലായില്ലേ? പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നിന്റെ 40 കൊല്ലം ഇസ്രായേലിലെ സഹസ്രങ്ങളെ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിലൂടെ ജയോത്സവമായി നടത്തിക്കൊണ്ടുവന്നൊരു നാഥൻ, സർവത്തിന് മീതെയുള്ളവൻ, നമുക്ക് വേണ്ടതെല്ലാം നൽകാൻ കരുത്തുള്ളവനാ. കൊറോണ വന്നിട്ട് പലരെയും ഒഴുക്കിക്കൊണ്ടുപോയിട്ട് നമ്മളെ ബാക്കിയാക്കിയില്ലേ? അതവന്റെ കരുണയും കൃപയുമാണ്. ഈ കർത്താവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. കരങ്ങൾ ഉയർത്തി വന്നവരുടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. കണ്ടന്റായി ഞാൻ തന്നിട്ടുള്ള ഒന്നാമത്തെ ആശയത്തെ ഞാൻ അങ്ങനെയൊന്ന് പര്യവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേതിലേക്ക് വരികയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണം. യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കപ്പെടുന്ന നന്മകൾ എന്തൊക്കെയാണ്? വിശ്വാസം കൊണ്ട് മാത്രം പ്രാപിച്ചെടുക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? അക്കമിട്ട് ഞാൻ ഈ നാടിനോട് പറയുകയാണ് ഇനി. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ദൂരെയോ അടുത്തോ ഒക്കെ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തെ, താങ്കൾ വളരെ കാര്യമായി വേദപുസ്തകം എടുത്തു വെച്ചുകൊണ്ട് കേൾക്കണം. ഇത് അല്ലാതെ വെറുതെ കേൾക്കരുത്. ഒരു മതപ്രസംഗമായിട്ട് ഇതിനെ തരം താഴ്ത്തരുത്. ദൈവത്തിന്റെ ആലോചന ഹൃദ്യമായി താങ്കളുടെ കർണപുടത്തിലേക്ക്, താങ്കളുടെ വീടിന്റെ അരികിൽ നിന്ന് പറയാൻ ദൈവത്തിന് പ്രസാദമായതുകൊണ്ട് താങ്കളുടെ കൈവശമുള്ള വേദപുസ്തകത്തെ തുറന്നിട്ട് ഞാൻ പറയുന്ന ഓരോ ചിന്തയ്ക്കും ആധികാരികമായിരിക്കുന്ന വേദ സൂക്തങ്ങളുണ്ട്. അതങ്ങോട്ട് നൽകിത്തരാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന്
ലഭിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാ? 1, 2, 3, 4 എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഉപദേശമാണിത് മുഴുവനും. ഉപദേശം അങ്ങനെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഉപദേശത്തെ പൊതിയാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇങ്ങനെയുള്ള യോഗങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങളെ വ്യക്തമാക്കുക, തുറന്നു പറയുക. പൗലോസ് അടക്കമുള്ള എഴുത്തുകാർ 14 ലേഖനങ്ങൾ, പൗലോസിന്റെ ബാക്കി 7 ലേഖനങ്ങൾ മറ്റുള്ളവരുടെ, മൊത്തം 21 ലേഖനങ്ങളിൽ അപ്പോസ്തലിക ഉപദേശമാണ് തന്നിരിക്കുന്നത്. അത് വെട്ടിത്തുറന്നുള്ള എഴുത്താണ്. ഒന്നും എങ്ങും മറച്ചു വെച്ചിട്ടില്ല. വെട്ടിത്തുറന്ന് അവര് എഴുത്തുപുരയിൽ എഴുതി തന്നത് ഞങ്ങൾ പ്രസംഗവേദിയിൽ തുറന്നു പറയുകയാണ്. വേദപുസ്തകത്തോട് നിങ്ങൾ അന്വേഷിക്കണം. ഈ പറയുന്നതിന് വേദാധാരമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ അതിനെ നിരുപാധികം ഏറ്റെടുക്കണം. അതാണ് പുരുഷത്വം. അതാണ് വേദപുസ്തക സംബന്ധമായ ആഠ്യത്വം എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. 2ാമത്തെ കുറിപ്പിലേക്ക് വരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ. ഓക്കെ, ഞാനിങ്ങനെ വിഷയം കൃത്യമായി പറയുന്നത് ഏകദിന യോഗത്തിന് എന്തുവായിരുന്നു പ്രസംഗിച്ചത്? ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞു, കൊള്ളായിരുന്നു എന്നു പറഞ്ഞ് രക്ഷപ്പെടരുത്. എന്തോ പറഞ്ഞെന്ന് കൃത്യമായിട്ട് പറയണം അവരെന്നോട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാ പ്രസംഗവും കേൾക്കും. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുക. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പറയണം അവരെന്നോട്. അതിനെ ഞാൻ ഈ വിഷയം അതിന്റെ ക്രമമായി പറയുന്നത്. ഓക്കെ, യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്തൊക്കെയാ ലഭിക്കപ്പെടുക? ഏറ്റവും പ്രധാനമായത് വായിക്കാം. 10-ാം അധ്യായം 43 അപ്പോസ്തല പ്രവൃത്തി. അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ഉണ്ടെന്ന്. സഹോദരൻ, എല്ലാരും പറഞ്ഞില്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞു, വിശ്വാസികളെ ഇരുത്തിക്കൊണ്ട് പാപമോചനത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ഭയങ്കര പാടാണ്. നമുക്ക് അതൊക്കെ കഴിഞ്ഞ ആവാസേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് വേറെ വല്ലതും ഉണ്ടേ പറഞ്ഞാട്ടെന്നുള്ളൊരു ചിന്തയില്ല നമ്മുടെ ഇരിപ്പ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാനുള്ളതൊക്കെ പരമാവധി ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നാട്ടുകാരോട് പറയുക, നിങ്ങൾ ആരും ഇനി ഒരക്ഷരം ഉരിയാടി ഇല്ലെങ്കിലും ഞാനിവിടെ നിന്ന് ഇതേ ശൗര്യത്തോടെ പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ഒരുമിച്ച് ദേശത്തോട് സുവിശേഷം പറയുക. അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നോണം. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കപ്പെടുന്ന 1ാമത്തെ ആനുകൂല്യം പാപമോചനമാണ്. ഇതിനു വേണ്ടിയാണല്ലോ മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നത്. കൊന്നു കയറുന്നതും മല ഇറങ്ങുന്നതും, ദേഹം മുറിച്ച രക്താർപ്പണങ്ങൾ, പോക്കറ്റിൽ നിന്ന് ധനാർപ്പണങ്ങൾ, വായിൽ നിന്ന് സഹസ്ര കോടി സ്തോത്രാർപ്പണങ്ങളൊക്കെ നടത്തുന്നതിന് മഴ നനഞ്ഞൊക്കെ അങ്ങ് നടന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. അവിടെ ഇവിടെ എല്ലാം കലക്കി വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ കുടിച്ച് അവസാനം തിരിച്ചു വരുമ്പോൾ പനിയും പിടിച്ച് വല്ലാത്ത പരുവത്തിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടി? പാപമോചനം. ചെയ്തു പോയതായിരിക്കുന്ന സകല ദോഷങ്ങളും കഴുകി വെടിപ്പാക്കപ്പെടേണ്ടതിന് വേണ്ടി ഇങ്ങനെ പോകുന്ന ഒട്ടനവധി ആളുകളെ കണ്ടിട്ടുണ്ട്. മറ്റു തരം മതസ്ഥരെ കുറിച്ച് എനിക്ക് വേവലാതിയില്ല, അവരാതിയില്ല. അവരെ അങ്ങനെ പഠിപ്പിക്കുന്നു. പക്ഷെ വേദപുസ്തകം ചുമക്കുന്നവൻ പാപമോചനത്തിന്റെ ഊടുവഴി തേടുന്നതിനെ നാം തിരിച്ചറിയാതെ പോകരുത്. പാപമോചനത്തിന്റെ ഒറ്റ വഴി വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് കാര്യം? ദൈവപുത്രനായ യേശുവിനെ പാർത്തലത്തിലേക്ക് ദൈവം നൽകി തന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. കേട്ടോണേ, സുവിശേഷത്തിന്റെ മഹത്തായ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സുവിശേഷത്തിന്റെ മഹത്തായ സംഭവം അക്കമിട്ട് ഞാൻ പറയാം. 1, 2, 3, 4, 5 കാര്യങ്ങളുണ്ട് സുവിശേഷത്തിലെ സംഭവങ്ങൾ. സുവിശേഷത്തിനൊരു സന്ദേശമുണ്ട്, സുവിശേഷത്തിലൊരു ആളത്വമുണ്ട്, സുവിശേഷത്തിൽ ചില സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ ഞാൻ പറയാം. 1ാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ തിരു അവതാരമാണ്. ദ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് സുവിശേഷത്തിലെ മഹത്തായ 1ാമത്തെ സംഭവം. യേശുവിന്റെ പ്രത്യക്ഷത. അവതാരം എന്നുള്ള പദമൊക്കെ കേൾക്കുമ്പോൾ പെന്തക്കോസ്തുകാർ ചിലരുടെ നെറ്റി ചൂളിയും. ഈ അവതാരം അത് നമുക്ക് പറയാമോ എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്, യേശുവിന്റെ പ്രത്യക്ഷത. യോഹന്നാൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ അവതാരം എന്ന പദം ഉപയോഗിക്കുന്നതിന്റെ പകരം അദ്ദേഹം ഉപയോഗിക്കുന്നത് പ്രത്യക്ഷത, പ്രത്യക്ഷത, മാനിഫെസ്റ്റേഷൻ. അത് തന്നെയാണ് ആർഷഭാരത ഭാഷാ പ്രയോഗത്തിൽ അവതാരം എന്ന് പറയുന്നത്. അപ്പൊ സുവിശേഷത്തിലെ 1ാമത്തെ സംഭവം ദൈവമായിരുന്നവൻ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത്. 2ാമത്തെ സംഭവം യേശുവിന്റെ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ് ആണ്. അതായത് യേശുവിന്റെ പരമയാഗമാണ്. അപ്പൊ അവതാരം 1, 2 പരമയാഗം. പരമയാഗം എന്നൊക്കെ പറയാൻ കാരണം എന്താ? യാഗം എന്ന് പറഞ്ഞ പോരെ ഉദ്ദേശി പോരാ. പരമയാഗം എന്ന് പറയണം. കാരണം യാഗമർപ്പിക്കാൻ കൊണ്ടുവരുന്ന ആടിനെ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ അതിനെ വിട്ടാൽ ഒറ്റ ഓട്ടമോടും. കാളയെ പിടിച്ചു നിർത്തണം അവിടെ. കാരണം അവിടെ ഒഴുകുന്ന രക്തവും അവിടെ അതിനെ മുറിച്ച് പാകപ്പെടുത്താൻ വെച്ചിരിക്കുന്ന ആയുധങ്ങളുടെ കൂട്ടവും, തൊലിയുരിച്ച് മാംസ കഷണങ്ങൾ വാരിയിട്ടതും, കുറെ മാംസം വേവുന്നതിന്റെ ഗന്ധവും രക്തത്തിന്റെ ഗന്ധവും, ഇതിനെ കൈകാര്യം ചെയ്യാൻ ചോര പറ്റിയ കുപ്പായമിട്ട പുരോഹിതന്മാരെയൊക്കെ കാണുമ്പോൾ
കാളക്കൂറ്റൻ ഒന്ന് വിരണ്ട് അവിടുന്ന് ഓടാൻ ശ്രമിക്കും. അതുകൊണ്ട് കാളക്കൂറ്റനെ ചേർത്ത് പിടിച്ച് നിർത്തണം. പശുക്കിടാവിനെ യാഗപീഠത്തിന്റെ കൊമ്പുകളോട് ചേർത്ത് കെട്ടണം. കണ്ടോ, ആട്ടിൻകുട്ടിയെ വിടാൻ പാടില്ല, ചേർത്ത് നിർത്തണം. വിരലുകൾ അകത്തിയാൽ യാഗത്തിന് കൊണ്ടുവന്ന കുറുമ്പ്രാവ് പറന്നു പൊക്കളയും. അപ്പൊ അതിനെ ചേർത്ത് പിടിക്കണം. പക്ഷെ ഇവിടെ ഇതാ ഒരു യാഗക്കുഞ്ഞാട്, ആരും ഓടിച്ചിട്ട് പിടിച്ചതല്ല, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തൊരു യാഗക്കുഞ്ഞാട്. ആരും പിടിക്കേണ്ട, കെട്ടണ്ട, ആരും പിടിച്ചു നിർത്തേണ്ടതില്ല. അവൻ നമുക്ക് വേണ്ടി യാഗമാകുകയായിരുന്നു. എല്ലാ യാഗമൃഗങ്ങളും പ്രാകാരത്തിൽ വന്നാണ് യാഗമർപ്പിക്കപ്പെടുക. എബ്രായ ലേഖനകാരന്റെ വിശേഷ ദർശനത്തിൽ താൻ പറയുന്നു, പാളയത്തിന് പുറത്തു പോയി കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അശുദ്ധമായതെല്ലാം വാരി എറിയുന്ന ഇടമാണ് പാളയത്തിന് പുറത്ത്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞു വാരി എറിയുന്ന ഇടത്ത് പോയി നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ എന്നെയും നിങ്ങളെയും തേടിയെത്തിയത് അവിടെയാണ്. അങ്ങനെ ഒരുവൻ എഫെസ്യ ലേഖനം 5:2 പറയുന്നു, അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി തീർന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആരും പിടിച്ചുദ്ധന്നിച്ച് നിർബന്ധിച്ച് വലിച്ചു കെട്ടി കൊണ്ടുവന്ന് യാഗമാക്കിയതല്ല, തന്നെത്താൻ നമുക്ക് വേണ്ടി വഴിപാടും യാഗവും. അതുകൊണ്ടാണ് ഞാൻ ആ യാഗത്തെ പരമയാഗം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് തിരുവവതാരം, സുവിശേഷത്തിലെ മഹത്തായ സംഭവമാണ്. 2 പരമയാഗം. മൂന്നാമത്തേത് പുനരുദ്ധാനമാണ്. മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റിയില്ല, ഭൂതപ്രേത പിശാചുക്കൾ കടക്കി വെക്കാൻ പറ്റിയില്ല, മണ്ണിനെ തടഞ്ഞു വെക്കാൻ പറ്റിയില്ല, കല്ലറ കടക്കി വെക്കാൻ പറ്റിയില്ല, യഹൂദ മര്യാദ പ്രകാരമുള്ള ആ സംസ്കാര രീതിക്ക് അവനെ ഒതുക്കി വെക്കാൻ പറ്റിയില്ല. മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. അതാണ് പുനരുദ്ധാനം. സുവിശേഷത്തിന്റെ മഹത്തായ സംഭവം അതാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ സംഭവം. നാലാമത്തെ സംഭവം യേശുവിന്റെ സ്വർഗാരോഹണമാണ്. എത്ര പേര് വിശ്വസിക്കുന്ന യേശു സ്വർഗാരോഹണം? ഉയർത്തെഴുന്നേറ്റ് യേശു ഗതി കിട്ടാത്ത പ്രേതമായി അതുവഴി ഇതുവഴി അലഞ്ഞു നടന്ന യേശുവിനെ ആരാണ്ട് അൾത്താരയിലോ പള്ളിക്കകത്തോ ഒന്നും ആണിയടിച്ച് ഉറപ്പിച്ച് കുപ്പിയിലാക്കി വെച്ചേക്കല്ലായിരുന്നു. യേശു 40 ദിവസം ഭൂതലത്തിലൂടെ നടന്നു, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. 40 ദിവസം കഴിഞ്ഞപ്പോൾ താൻ പിതാവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടല്ല. അപ്പോൾ 1 തിരുവവതാരം, 2 പരമയാഗം, 3 പുനരുദ്ധാനം, 4 സ്വർഗാരോഹണം, 5ാമത്തേത് പരിശുദ്ധാത്മാവിന്റെ അവരോഹണം. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, പോയാൽ ഞാൻ നിങ്ങൾക്ക് തരും ആരെ? ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ. നമുക്ക് വേണ്ടി ആത്മാവിനെ നമ്മെ തട്ടിത്തലോടി തഴുകി നടത്തിക്കൊണ്ടുവരുവാൻ, പുനരാഗമനത്തിന് വേണ്ടി നമ്മെ ഒരുക്കുവാൻ ആത്മാവിനെ തന്നിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കറുത്തതും വെളുത്തതുമായി കീബോർഡിന്റെ കട്ടകളിലൂടെ വിരല് കലാകാരന്റെ ഓടുമ്പോഴുണ്ടാകുന്ന ഉന്മാദത്തിലുളവാകുന്നതല്ല പരിശുദ്ധാത്മാവ്. വലിച്ചു കെട്ടിയ തുകലിലെ കാഞ്ഞു തല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാദവിസ്മയമുണ്ട്. വലിച്ചു കെട്ടിയ കമ്പിയിൽ വിരല് കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹീതമായ ആ സമ്മേളനമുണ്ട്, നാദ സമ്മേളനമുണ്ട്. അതൊന്നുമല്ല ആത്മാവിനെ നമ്മിലാക്കുന്നത്. നമ്മിൽ ദൈവത്തിന്റെ ആത്മാവിനെ കർത്താവ് തന്നിട്ടുണ്ട്. താളമൊന്നുമില്ലെങ്കിലും, കൈത്താളം പോലും ഇല്ലെങ്കിലും ആത്മാവിൽ ആരാധിക്കാൻ കഴിയത്തക്ക നിലയിൽ ആത്മശക്തി അകത്ത് ദൈവം തന്നിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? താളവും മേളവും വേണം വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നാം ആരാധിക്കുന്ന ആത്മാവിനെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം നമുക്ക് വേണ്ടി നൽകി തന്നതാണ്. ദൈവസഭയെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എത്ര പേർ സമ്മതിക്കുന്നുണ്ട്? ദൈവസഭയെ നടത്തുന്നത് ആരാന്ന? 15-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, അങ്ങനെ ചെയ്യുന്നത് യുക്തമെന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി. അങ്ങനെ ചെയ്യുന്ന യുക്തമെന്ന് ആർക്ക് തോന്നി? കമ്മിറ്റിക്ക് തോന്നിയെന്നോ എക്സിക്യൂട്ടീവിന് തോന്നിയെന്നോ അല്ല പറയുന്നത്, പരിശുദ്ധാത്മാവിന് തോന്നി. അതുകൊണ്ട് ഞങ്ങളും അത് ശരിവെച്ചു. അപ്പൊ സഭയെ നടത്തുന്ന ആരാ? അങ്ങ് പറയാൻ കൊള്ളാം. ഇപ്പൊ ആരാ നടത്തുന്നെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാതെ അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ഭാഗത്തോട്ട് ഞാൻ പോകുന്നതേ ഇല്ല. മാനുഷികമായിരിക്കുന്ന സ്ഥിതിഗതികളെല്ലാം കേറി അങ്ങ് വില്ലിച്ചപ്പോ പരിശുദ്ധാത്മാവിന് ഇപ്പൊ ഒരു റോളും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുക. വെളിപ്പാട് പുസ്തകം ആദ്യം 7 നക്ഷത്രങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവിനെ 3-ാം അധ്യായത്തിന്റെ അവസാനം കണ്ടാലും ഞാൻ വാതുക്ക നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ പുറത്താക്കിയ സഭയുടെ അന്തരീക്ഷമായി ഇപ്പോൾ ഉള്ളത്. മനസ്സിലായോ? വേറെ പാനലും വേറെ ഭരണഘടനയൊക്കെ കയറി വന്നപ്പോ പരിശുദ്ധാത്മാവ് എവിടെയോ പോയി എന്നുള്ളത്. പക്ഷേ കർത്താവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി. പരിശുദ്ധാത്മാവിന്റെ അവരോഹണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതാ? യേശുവിന്റെ തിരുവവതാരം, യേശുവിന്റെ പരമയാഗം, യേശുവിന്റെ പുനരുദ്ധാനം, യേശുവിന്റെ സ്വർഗാരോഹണം, യേശുവിനാൽ നമുക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അവരോഹണം. ഈ 5 കാര്യങ്ങൾ സുവിശേഷത്തിലെ പ്രധാന സംഭവങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഞങ്ങൾ ഉറക്കെ പ്രസംഗിക്കുന്നതും പാടുന്നതും ഇത് നിറവേറി എന്നുള്ളത് കൊണ്ട് 6ാമത്
ഒരു കാര്യം കൂടി ഉണ്ട്, അതെന്റെ യേശുവിന്റെ പുനരാഗമനമാണ്. പ്രൈസ് ദി ലോർഡ്. അതധികം താമസിയാതെ സംഭവിക്കും. പ്രത്യക്ഷനാകുന്ന കർത്താവിനോടൊപ്പം സമാഗമിപ്പാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടി നമ്മൾ ആവലോടെ കാത്തിരിക്കുന്നു. രാഷ്ട്രീയ സ്ഥിതിഗതികൾ, മാർഗിക സ്ഥിതിഗതികൾ, സാമൂഹ്യ സ്ഥിതിഗതികൾ, മൂല്യച്യുതികൾ, ആത്മീയ തലത്തിന്റെ കസേരകളികൾ എല്ലാം വെളിപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവ് വെളിപ്പെടാറായി എന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഈ 6 സംഭവങ്ങൾ ആ സുവിശേഷത്തിന്റെ മഹത്തായ സംഭവങ്ങൾ എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ 6 പ്രധാന ആലോചനകൾ, 6 സംഭവങ്ങളെ വിശദീകരിക്കാൻ വേണം സുവിശേഷത്തിന് ഒട്ടനവധി സമയം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിച്ചു വരുന്ന സംഗതി, ഈ സുവിശേഷത്തിലെ 6 സംഭവങ്ങളിൽ പ്രധാനമാണ് യേശുവിന്റെ പരമയാഗം. ആ പരമയാഗം തന്റെ ദേഹം കൊണ്ട് യാഗം നടത്തുകയായിരുന്നു. ആ പരമയാഗത്തിലൂടെ സാധ്യമായത് പാപമോചനമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പാപമോചനം പ്രാപിക്കുന്നത്. സ്തോത്രം. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ എന്താ കിട്ടുമെന്ന പാപമോചനം പ്രാപിക്കും. 10:43. അങ്ങനെ വേറൊരു കർമ്മ പരിപാടിക്കും പോണ്ട കാര്യമില്ല. യേശുവിന്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ പരമയാഗമായത്. കേൾക്കണേ, ഗത്സമനയിൽ പിടിക്കപ്പെട്ടതും, ഗബഥായിൽ തകർക്കപ്പെട്ടതും, ഗോൽഗോഥായിൽ തറയ്ക്കപ്പെട്ട പ്രാണനെ വിട്ടുകൊടുത്തതും എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഒരുവൻ വിശ്വസിക്കുമ്പോൾ സൗജന്യമായി അവൻ പാപമോചനം പ്രാപിക്കുകയാണ്. യേശു പാർത്തലത്തിലേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? യേശു പാർത്തലത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് യോഹന്നാൻ എന്ന ദൈവശാസ്ത്രജ്ഞനോട് ചോദിക്കാൻ അദ്ദേഹം പറയും, തന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ഒന്ന് യോഹന്നാന്റെ ലേഖനം 3:5 പറയുന്നു, പാപങ്ങളെ നീക്കേണ്ടതിന് അവൻ പ്രത്യക്ഷനായി. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? ആധിപത്യം വേറെ കയറി വന്നു. യേശുവിന് സ്ഥാനമില്ലാതെയായി. കണ്ടോ? ഒട്ടനവധി ഇടപാടുകൾ, വേദപുസ്തകത്തിലെ ഉപദേശത്തിന് നേരെ വിരുദ്ധമായ സകല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. കാരണം രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന വചനമാ വേദപുസ്തകത്തിൽ കാണുക. പക്ഷെ കോൺസ്റ്റന്റൈന്റെ വിളംബരം കെട്ടുകൊണ്ട് ക്രിസ്ത്യാനികളാകാൻ വേണ്ടി തുനിഞ്ഞു വന്ന മുഴുവൻ ആളുകളും അവരവരെ ആരാധിച്ചിരുന്ന ജാതീയ ദേവി ദേവന്മാരോടുകൂടി ഇതിനകത്തേക്ക് വന്നു. അവരുടെ വിഗ്രഹങ്ങളോടെ ഇതിനകത്തേക്ക് വന്നു. തിരുനാള്, പെരുന്നാള്, ആഘോഷങ്ങൾ ആദിയായതുമായി ഇതിനകത്തേക്ക് വന്നപ്പോ ക്രൈസ്തവ സഭ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു, മതവൽക്കരിക്കപ്പെട്ടു, പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ടു, സംഘടനാവൽക്കരിക്കപ്പെട്ടു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒത്തിരി വൽക്കരണങ്ങൾ ഇതിനകത്ത് വന്നപ്പോ വേദപുസ്തകത്തിൽ നന്യപ്പെട്ട ഒരു പ്രസ്ഥാനമായി സഭ മാറുകയാ. മനസ്സിലായോ? മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരിച്ചവരോടുള്ള പ്രാർത്ഥന, ശിശുസ്നാനം അടക്കമുള്ള സകല സംഗതികളും വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല. ഇതെല്ലാം കോൺസ്റ്റന്റൈന്റെ മതപരിവർത്തന വിളംബരത്തിന് ശേഷം സഭയ്ക്കകത്തേക്ക് വന്നത്. ഇതിനെ പാടെ അടിച്ചുവാരി തൂത്ത് വൃത്തിയാക്കിയിട്ട് പുതിയ അനുഭവത്തിലേക്ക് സഭയെ കൂകി ഉണർത്തുവാൻ കാലഘട്ടത്തിന്റെ കോഴിപ്പൂവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഉണരുവീൻ എന്ന് പറഞ്ഞ് ജനത്തെ കൂകി ഉണർത്തുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച അനുഗ്രഹിത ദൈവദാസൻ മാർട്ടിൻ ലൂതർ വരുന്നത് വരെ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ സഭ അന്ധകാരത്തിലൂടെ തപ്പിത്തടയുകയായിരുന്നു. വിഗ്രഹാരാധന, വിഗ്രഹം എഴുന്നള്ളിപ്പ്, ആന, അമ്പാരി, റാസ, പെരുന്നാള്, ഉരുളികമത്ത്, ചെണ്ടകൊട്ടടക്കമുള്ള മന്ത്രമോതിരം, മിന്നുകെട്ടടക്കം സകല ഇടപാട്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വേദപുസ്തകത്തിലെ ഒരൊറ്റ വാക്യം കൊണ്ട് പോലും തെളിവ് കൊടുക്കാനാവാത്ത വിധമുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ അനുഭവത്തിലേക്ക് സഭ കുത്തിപ്പോയ കാലം അതാണ്. മാർട്ടിൻ ലൂതർ വന്നിട്ടാണ് നവീകരണത്തിലേക്ക്, റോമാലേഖനം പഠിച്ച് നവീകരണത്തിലേക്ക് സഭയെ ഉണർത്തുന്നത്. അതിനുശേഷമാണ് സഭ ഉപദേശത്തിന്റെ വസ്തുതകൾ അറിയാൻ തുടങ്ങിയത്. അറിയാമോ? ഏത് പാപവും ചെയ്ത പാപത്തിനനുസരിച്ച് പാപമോചന ചീട്ടെടുത്ത് കാശടച്ചു കഴിഞ്ഞാൽ പാപം പരിഹരിക്കപ്പെടും. വേദപുസ്തകം വായിക്കരുത്, വേദപുസ്തകം തുറക്കരുത്, ഞങ്ങൾ പറയുന്നത് കേട്ടോണം, അറിഞ്ഞോണം, അങ്ങനെ പൊക്കോണം എന്നായി. പക്ഷെ വേദപുസ്തകം വായിക്കരുതെന്ന വിലക്ക് നിലവിലുള്ളപ്പോൾ തന്നെ റോമാലേഖനം വായിക്കുവാൻ ആത്മാവ് നിയോഗിച്ച മാർട്ടിൻ ലൂതർ എന്ന ചെറുപ്പക്കാരൻ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആലോചനയാണ്, മൈ റൈച്ചസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ ആലോചന കേട്ട അദ്ദേഹം വിശ്വാസത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. റോമാലേഖനം 5-ാം അധ്യായം പഠിച്ചപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട്
സമാധാനമുണ്ട് എന്ന് പഠിച്ചു. റോമാലേഖനത്തിന് പഠനക്കുറിപ്പ് എഴുതി രംഗത്ത് വന്നു. അദ്ദേഹം സഭയെ കൂകി ഉണർത്തി. അതിനുശേഷം ജോൺ ഹസ്, ജോൺ കാൽവിൻ, ജോൺ വിക്ലിഫ്, ജോൺ, അങ്ങനെ ഒത്തിരി ദൈവദാസന്മാർ ഭിന്നമത രാഷ്ട്രീയ ജാതീയ സംസ്കാരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ആർഷഭാരതത്തിലേക്ക് വില്യം കേറി അടക്കമുള്ള ആളുകൾ നവീകരണത്തിന്റെ കാഹളവുമായി വന്നപ്പോഴ് വേദപുസ്തകം എന്താണെന്ന് ജനം അറിയാൻ തുടങ്ങിയത്. എന്നിട്ടും ഇന്നുവരെ ആ സത്യം സ്വീകരിക്കാതെ അബദ്ധപഞ്ചാംഗങ്ങളിലൂടെ ജാതീയമായിരിക്കുന്ന ആചാരങ്ങളിലൂടെ പോകുന്നവരെ ഓർത്ത് കുണ്ഠിതപ്പെടുകയല്ലാതെ ആത്മഭാരത്തോടെ അവർക്ക് വേണ്ടി കരയുകയല്ലാതെ വേറെ നിർവാഹമില്ല. ഞാൻ പറയാം, ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന ഉപദേശ വസ്തുതകൾ ചിലരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് സത്യത്തിന്റെ രശ്മികളെ, സത്യത്തിന്റെ പ്രകാശത്തെ പതിപ്പിക്കാൻ ആത്മഭാരമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എന്നുമെന്നും സാത്താന് ജയിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നുമെന്നും ഉപദേശത്തെ അടച്ചു വെച്ചുകൊണ്ട് സാത്താന് വിജയിക്കാൻ പറ്റില്ല. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ സഭയെ അന്ധകാരത്തിലൂടെ നയിച്ച പിശാച് മാർട്ടിൻ ലൂഥറിന്റെ വിളംബരം കൊണ്ട് തല്ലുകൊണ്ട് പിന്നെ ഒളിച്ചു നിൽക്കേണ്ടതായി വന്നു. 1900-ന് ശേഷം പെന്തക്കോസ്തിന്റെ അനുഭവം ലോകത്തിലേക്ക് വ്യാപരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഉപദേശ സത്യങ്ങളുടെ വിളംബരം ശക്തമാവുകയാണ്. 2022 എത്തി നിൽക്കുന്ന ദൈവമക്കളായ നിങ്ങളോട് എനിക്കും നിങ്ങൾക്കും ഒരേപോലെ സുവിശേഷത്തിന്റെ ഉപദേശ സത്യങ്ങളെ പ്രഘോഷിച്ചേ പറ്റുകയുള്ളൂ. നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. സാമർത്ഥ്യത്തോടെ, സമർപ്പണത്തോടെ സുവിശേഷത്തിന്റെ ഉപദേശങ്ങളെ നമുക്ക് പറഞ്ഞേ പറ്റൂ. അതിനകത്ത് താല്പര്യമുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു സഭയുടെ അംഗമായി തീർന്നു. അവിടെ എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്, അത്യാവശ്യം പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മതി എന്ന് പറഞ്ഞിരിക്കരുത്. നാം അറിഞ്ഞ സത്യത്തെ അറിയിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒറ്റ വ്യക്തിയും അബദ്ധ പഞ്ചാംഗത്തിലായി പോകാതെ അവരെ സത്യസുവിശേഷത്തിലേക്ക് വലിച്ചിറക്കി കൊണ്ടുവരുവാൻ ആത്മഭാരത്തോടെ കണ്ണീര് കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ബോധ്യമായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കപ്പെടുന്ന ഒന്നാമത്തെ ആനുകൂല്യം പാപമോചനമാണ്. സമ്മതിക്കുന്നുണ്ടോ? അതിനുവേണ്ടി ഇനി ഒരു നടപടിയും ഇല്ലെന്ന് തന്റെ ദേഹം കൊണ്ട് യാഗം നടത്താൻ, എബ്രായ ലേഖനം 9:26, തന്റെ ദേഹം കൊണ്ട് യാഗം നടത്താൻ യേശു ഒരിക്കൽ പ്രത്യക്ഷനായി. പാപങ്ങളെ നീക്കാൻ വന്നവൻ തന്റെ ദേഹം കൊണ്ട് യാഗം നടത്തിയാണ് അത് നീക്കിയത്. കണ്ടില്ലേ? ആ യേശുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനം സൗജന്യമാണ്. ഒരു മതത്തിനും കൊടുക്കാൻ കഴിയാത്ത, ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒന്ന് യേശു സൗജന്യമായി കൊടുക്കുന്നു, പാപമോചനം. പ്രൈസ് ദി ലോർഡ്. അത് പ്രാപിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സന്തോഷത്തോടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. ഒരാത്മാവിന്റെ വില സർവ്വലോകത്തിലും വിലയുള്ളതായി മാറുന്നത്. നമുക്ക് നൽകി തന്ന പാപമോചനത്തിന് ഇൻവെസ്റ്റ് ചെയ്തത് തന്റെ പുത്രന്റെ ചോരയും പ്രാണനുമാണ്. ആ രക്ഷയാണ് നമ്മൾ പ്രാപിച്ചത്. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തേത് എന്താണ് എന്ന് നമ്മൾ അറിയണം. ഒന്ന്, പാപമോചനം. അതിൽ വിശ്വസിക്കുന്നവന് പാപമോചനം എന്നത് എടുത്തു പഠിക്കണം. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാതിരിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്നവൻ എന്തോ ഉണ്ട്? പാപമോചനമുള്ളത് കൊണ്ട്. ഓക്കെ, ലജ്ജിച്ചു പോകാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം റോമാലേഖനം 10:9 വാക്യമാണ്. കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നതാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ ആരാകുമെന്ന രക്ഷിത ഗണത്തിലാവും. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. രക്ഷിക്കപ്പെട്ടില്ലേ? പെട്ടെങ്കിലും ഒരു ഹല്ലേലൂയ പറ. അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. റോമാലേഖനം 10:9. പാപമോചനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷിത ഗണത്തിലേക്കാണ് നമ്മൾ. ആ ഗണത്തിൽ പെടാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. പാപ്പച്ചന്റെയും അന്നമ്മയുടെയും മകനായി മകളായി ജനിച്ചത് കൊണ്ട് നമ്മൾ രക്ഷ ഇങ്ങനെ കുടുംബപരമായി കിട്ടിയതല്ല, വ്യക്തിപരമാണ് രക്ഷയുടെ അനുഭവം. ഹല്ലേലൂയ. കുടുംബപരമല്ലത്. രക്ഷിത അനുഭവം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമാണ്. അത് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുഞ്ഞുമക്കളെ എല്ലാവരെയും രക്ഷ എന്താണെന്ന് പഠിപ്പിക്കണം. അവർ രക്ഷിക്കപ്പെടുന്നതിന്റെ ഒരു മുഹൂർത്തം അവർക്ക് മനസ്സിലാകണം. അമ്മയും അപ്പനും പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് അവരുടെ മക്കളായി ജനിച്ചത് കൊണ്ട് ഞാനും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു നിന്നപ്പോൾ രക്ഷയുടെ അനുഭവം അവർക്ക് ബോധ്യമാകണം. അവരെ രക്ഷാശാസ്ത്രം പഠിപ്പിക്കണം, പാപമോചന ശാസ്ത്രം പഠിപ്പിക്കണം. ഏകീകരണം, നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആഴത്തിൽ പഠിക്കണം കേട്ടോ. നമ്മുടെ സിലബസ് ഒക്കെ ഒന്ന് മാറ്റി എഴുതണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉപദേശപരമായ വിഷയങ്ങളെ കുറിച്ച് ആധികാരികത അവർക്കുണ്ടാകണം. എന്താ പാപമോചനം, എന്താ ഏകീകരണം, എന്താ വിശുദ്ധീകരണം, എന്താ നീതീകരണം, എന്താണ് മഹത്വീകരണം അവരറിയണം. അങ്ങനെ ഉപദേശ വിഷയങ്ങൾ. അപ്പോൾ നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിത ഗണത്തിലായി തീരുന്നു. ഹല്ലേലൂയ. വേഗം പറഞ്ഞു പോകാം മുൻപോട്ട്. മൂന്നാമത്തെ ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ നൽകാൻ കഴിയുന്ന ഏത് പുണ്യവാളനുണ്ടെന്ന എന്റെ ചോദ്യം.
നിത്യജീവൻ തരാൻ കഴിയുന്ന ഏത് മഹാത്മാവുണ്ടെന്നാ എന്റെ ചോദ്യം. വിശ്വസിച്ചാൽ നിത്യജീവൻ കിട്ടുമെങ്കിൽ ആ പുള്ളിയും കൂടെ വിശ്വസിച്ചു. പക്ഷെ അങ്ങനെ ഒരു ഇടപാട് ഇല്ലെന്ന്. വിശ്വസിച്ചാൽ നിത്യജീവൻ കിട്ടുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ഉള്ളൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? അല്ല, എവിടെ വാക്യം? യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യമാണ്. 3:16 എല്ലാവർക്കും അറിയാം. പക്ഷെ 3:15 അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഓ, നിത്യജീവൻ പ്രാപിച്ച എത്ര പേരുണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ? ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്നതായിരിക്കുന്ന ജീവനാ ഇപ്പൊ ശരീരത്തിലുള്ളത്. മനസ്സിലായോ? ഈ ജീവൻ എപ്പോഴാ പൊലിയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാത്രി നിങ്ങൾക്ക് രക്തസമ്മർദ്ദം കൂട്ടാൻ ഞാൻ അതിനെക്കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല. ഈ ജീവൻ ഇങ്ങനെ അങ്ങ് നിലനിൽക്കട്ടെ കുറെ കാലം കൂടി. പ്രൈസ് ദി ലോർഡ്. ആ പുള്ളി പറഞ്ഞു കേട്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് വേവലാതിപ്പെട്ട് നടക്കുകയൊന്നും ചെയ്യരുത്. ഇപ്പോഴെങ്ങും മരിക്കത്തില്ല, കുറെ കാലം കൂടെ ഇങ്ങനെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. കൊറോണ നോക്കിയിട്ട് നമ്മളെ കൊണ്ടുപോയില്ല. ഇനിയിപ്പോൾ അതിലും വലുത് വരാനൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ആയുസോടെ ഇരിക്കട്ടെ. പക്ഷെ ഒരു കാര്യം, 80, 85, 90, 95, 100, 105, 110 വരെയൊക്കെ അങ്ങനെ എന്തിനാച്ചാൽ ആ 10 വരെയൊക്കെ പോകുന്നത്. അതിന് മുമ്പൊക്കെ രക്ഷപ്പെട്ടാൽ നല്ലത്. 103 വയസ്സ് ഇഴഞ്ഞ് വലഞ്ഞ് ആകെപ്പാടെ വല്ലാത്ത പരുവായി. മോള് വന്ന് നിന്നാലും മോൻ വന്ന് നിന്നാലും ആര് വന്ന് നിന്നാലും അറിയത്തില്ലാത്ത ഒരപ്പച്ചൻ അല്ലെ ഒരു അമ്മച്ചി മരിച്ചെന്നുള്ള വിവരം നാട്ടുകാർ കേൾക്കുമ്പോൾ മരിച്ചോ? ആ, സ്വോത്രം. അങ്ങനെ പറയത്തുള്ളൂ. നമ്മൾ മരിച്ചതിന് സ്വോത്രം പറയും നാട്ടുകാർ. എന്ത് വന്നേ നമ്മുടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ അവർക്ക് തന്നെ കണ്ടിട്ട് സങ്കടപ്പെട്ടത്. അതുകൊണ്ടാണ് മരിച്ചപ്പോൾ എന്തോ പറഞ്ഞേ? 25, 30, 35, 40 മരിച്ചെന്ന് കേട്ട അന്നേരം ചങ്കത്ത് എൻ്റെ ദൈവമേ, ചിലപ്പോൾ ബോധം കെട്ട് തറയിൽ പോകുന്ന ഒരിടപാടുണ്ട്. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഒത്തിരി ഒന്നും മുമ്പോട്ട് പോയിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. പിന്നെ കർത്താവിൻ്റെ ഉടയവൻ്റെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കുക. കുറേയൊക്കെ അനുഭവിക്കാതെ ഇവിടുന്ന് പോകത്തുമില്ല. അത് വേറൊരു കാര്യം. അങ്ങനെയും കൂടെ ഉണ്ട് ഇതിനകത്ത്. മനസ്സിലായില്ലേ? ചെയ്തു കൂട്ടിയതിൻ്റെ ഒക്കെ എന്തോ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പോൾ ദീർഘായുസ് കർത്താവ് തന്നു എന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ അനുഭവിക്കാനും കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. അവിടെ ചെന്ന് അധികം അനുഭവിക്കാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമുക്കിപ്പോഴുള്ള ജീവൻ ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. മണ്ണിൽ നിന്ന് കിളച്ചെടുക്കുവാൻ, മണ്ണിലുള്ളത് വെട്ടിയെടുക്കുവാൻ, അല്ലെങ്കിൽ പറിച്ചെടുക്കുവാൻ, അടർത്തിയെടുക്കുവാൻ, അങ്ങനെ തിന്ന് കഴിച്ച് കുടിച്ച് അങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടിയുള്ളൊരു ജീവനാണ് നമുക്കിപ്പോൾ ഉള്ളത്. പക്ഷെ മരണക്കുഴിയിൽ നമ്മെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നിട്ട് നിത്യത പങ്കിടാനുള്ള ജീവനാണ് ഈ നിത്യജീവൻ എന്ന് പറയുന്നത്. അത് യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ഏറ്റവും വലിയ സംഗതി നിത്യജീവൻ എന്നുള്ളത്. പാപമോചനം കഴിഞ്ഞ പിന്നെ അതിപ്രധാനമായി നിത്യജീവന്. നിങ്ങൾക്കറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 11:25 വാക്യം. യോഹന്നാൻ 11:25 ഇങ്ങനെയാ പറയുക, അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഓ, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. അങ്ങനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു പുള്ളിയുടെ പുറകെ നടന്നത് കിട്ടുന്ന വേറെ ആരുണ്ടെന്ന എന്റെ ചോദ്യം? ആരുമില്ല. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവന്റെ കല്ലറ തുറക്കുന്നൊരു ദിവസം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എപ്പം മരിച്ചാലും പുനരാഗമനത്തിൽ നാളിലെ കല്ലറ തുറന്നു വരും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കല്ലറ തുറക്കും. ജീവനോടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യപ്പെടും? രൂപാന്തരപ്പെടുകയും ചെയ്യും. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം കൂടെ ചേർത്ത് ആഴത്തിലൊരു കുഴിയെടുത്ത് അതിനകത്ത് കൊണ്ട് പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടിറക്കി മണ്ണ് വിട്ട് 6 അടി മണ്ണിന്റെ കനം എന്നൊക്കെ പറഞ്ഞ ടൺ കണക്കിനും ഭാരമുണ്ട്. അതറിയാം. അതിൻ്റെ മീതെ കമ്പി, കട്ട, കല്ല്, സിമെന്റ്, പെയിന്റ്, തടി എല്ലാം കൂടെ കൊണ്ടൊരു കല്ലറയും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പം ഇത്രയും മണ്ണിന്റെ കനം, പിന്നെ അതിന്റെ മീതെ ഉണ്ടാക്കി വെച്ച കല്ലറയുടെ കനം കൂടെ താങ്ങി വേണം മരിച്ച ശേഷം അതിനകത്ത് കിടക്കാൻ. ജീവിച്ചിരുന്ന കാലത്ത് ജീവിതഭാരം ചുമന്ന കുഴഞ്ഞു പോയ പുള്ളിയുടെ പുറത്തോട്ട് നെഞ്ചകത്തോട്ട് ഇതും കൂടെ പാകി വെക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും ഭാരം തീരുന്നില്ല. ഇത് താങ്ങിക്കൊണ്ട് കിടക്കണം. പക്ഷേ ക്രിസ്തുവിലാണ് ജീവിച്ചതെങ്കിൽ കാഹളം കേൾക്കുന്ന മാത്രയിൽ ഒരു പുതപ്പെടുത്ത് മാറ്റുന്നത് പോലെ ഈ ഭാരമെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ പുറത്ത് വരും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ജീവന്റെ പേരാണ് നിത്യജീവൻ. അത് നൽകുന്നത് യേശുവിന്റെ വിശ്വാസമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുള്ളൂ. അബദ്ധം പറ്റല്ലേ. പിന്നെ ഞാൻ ആവർത്തിച്ചു പറയുക, വേറെ ഒരുത്തനിലും വിശ്വസിച്ചാൽ നിത്യജീവൻ കിട്ടത്തില്ല. യേശുവിൽ മാത്രം വിശ്വസിക്കുന്നവനാണ് നിത്യജീവനുള്ളത്. യോഹന്നാൻ 3:15, യോഹന്നാൻ 3:16. ആരും നശിച്ചു പോകാതിരിക്കാൻ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മെ സ്നേഹിച്ചു എന്നാണ് അർത്ഥം. ലോക ജനതയെ സ്നേഹിച്ചു എന്നാണ് അർത്ഥം. കണ്ടോ, നമ്മെ സ്നേഹിച്ചു. അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിച്ച് മരിച്ച ഒരു വ്യക്തി അവൻ പിന്നെ ഗതി കിട്ടാത്ത പ്രേതമായിട്ട് അതുവഴി അലയുന്നൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള വിശ്വാസം ജാതീയമായ ആചാരമാണ്. അതുകൊണ്ട് മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ മതം നമ്മളെ നിർബന്ധിക്കുന്നത്. കഴിഞ്ഞ വർഷം ചെയ്തതാണല്ലോ ആത്മാവിനെ മുകളിലോട്ട് വിട്ട്, പിന്നെ ഈ വർഷം ചെയ്യുന്ന എന്തിനാണെന്ന് പറ.
കഴിഞ്ഞ വർഷം അതേ സമയത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആത്മാവ് മേളിൽ കയറിയെന്നല്ലേ നമ്മൾ വിശ്വസിച്ചു. പിന്നെ ഈ വർഷം പിന്നെ അതേപോലെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ വർഷാവർഷം ആത്മാവിന് എന്തോ ചെയ്യണം? മേളോട്ട് കയറ്റി വിടേണ്ടി വരുന്ന ഒരു ഗതികേട്. വചന തെളിവുകൾ ഇല്ലാത്ത ഈ ഇടപാട് വേദപുസ്തകം വ്യക്തമാക്കുന്നു, അപ്പോസ്തലന്മാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാഹളത്തിന്റെ നാദം കേൾക്കുന്ന മാത്രയിൽ ആ ആത്മാവ് പിന്നെയും അമർത്യതയുടെ നവയൗവനം പ്രാപിച്ച് ശരീരത്തിൽ ഉയർത്തു വരികയാണ്. വീട്ടലി നാട്ടലി കാട്ടലി ചുണ്ടലിയായിട്ട് ഇതുവഴി അലയുന്നില്ല മരിച്ചുപോയവന്റെ ആത്മാവ് പ്രേതമായിട്ട്. കണ്ടോ, വാഴക്കയിൽ വന്നിരുന്ന് വിരുന്ന് വിളിക്കുന്ന കാക്ക പണ്ട് ഇവിടെ ജീവിച്ച മറിയാമ്മാമയാ, പാപ്പച്ചാനാ, തങ്കമ്മാമയാന്നൊക്കെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കല്ലെറിഞ്ഞെടുത്ത് ഓടിക്കല്ലേ എന്നൊക്കെ. എങ്ങാണ്ടൂന്ന് വന്ന ഒരു ജാവാലിപ്പട്ടി പണ്ട് ഇവിടെ ജീവിച്ചിരുന്ന ആരുടെ ആത്മാവ് രൂപം പ്രാപിച്ച് വന്നാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഗതികളൊക്കെ കണ്ടാൽ വേദപുസ്തകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. ക്രിസ്തുവിൽ മരിച്ചവന്റെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, അവന്റെ പ്രാണൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അവന്റെ ശരീരം മണ്ണിൽ വിലയം പ്രാപിച്ചാലും കാഹളം കേൾക്കുന്ന മാത്രയിൽ അത് ഒരുമിച്ച് വീണ്ടും സംഗമിച്ച് അമർത്യതയുടെ നവയൗവനത്തിൽ ഉയർത്തു വരിക തന്നെ ചെയ്യും. എത്ര പ്രായം കൂടി അപ്പച്ചനോ അമ്മച്ചിയോ ആണെങ്കിലും വടിയും കുത്തിയല്ല പുനരുത്ഥാന ശരീരം എഴുന്നേറ്റ് വരുന്നത്, യേശുവിനെ പോലെ തന്നെയാണ്. നാം അവൻ ഇരിക്കും പോലെയാകും. വാർദ്ധക്യമില്ലാത്തൊരു ശരീരം, കൊറോണ ബാധിക്കാത്തൊരു ശരീരം, ഡയബറ്റിക് ഇല്ലാത്തൊരു ശരീരം, വാദമോ പിത്തമോ കഫമോ ഇല്ലാത്തൊരു ശരീരം. കണ്ടില്ലേ, ഇനി 1.5 വയസ്സുള്ള 2 വയസ്സുള്ള ഒരു കുഞ്ഞാണ് മരിച്ചതെങ്കിൽ ബാല്യത്തിന്റെ ചാബല്യത്തോടല്ല ഉയർത്തു വരുന്നത്, അവൻ ഇരിക്കും പോലെ ഉയർത്തു വരും. ഈ പ്രത്യാശ യേശുവിൽ വിശ്വസിക്കുന്നവർക്കേ ഉള്ളൂ. ആ നിത്യജീവൻ പ്രാപിച്ചവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഒട്ടനവധി ആളുകൾ ക്രൈസ്തവരെന്ന് അവകാശപ്പെടുമ്പോഴും ഈ പ്രത്യാശയില്ലാതെ അന്യപ്പെട്ടു പോകുമ്പോൾ മഹത്വരകമായ പ്രത്യാശയിലേക്ക് നമ്മെ നടത്തിയ കർത്താവിനെ സ്തുതിക്കട്ടെ. അവരെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു മരണത്തെയും പിശാചിനെയും വിളിക്കുന്ന ഒരു വിളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഈ ഹേ എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? അച്ഛാ, ഹേ മരണമേ എന്ന് വിളിച്ചാൽ എന്താ എൻ്റെ അർത്ഥം? ഹലോ മരണമേ എന്നല്ല, അങ്ങനെയാണോ വിളിക്കുന്നത്? അല്ല, പിന്നെന്താ വിളി? ഹേ മരണമേ എന്ന് പറഞ്ഞാൽ ആക്ഷേപമാണത്. മുംബൈ പോകുന്ന ഒരാളിനെ കയറി ഹേ ഒന്ന് നിൽക്കാമോ എന്ന് ചോദിക്കരുത്, അബദ്ധമാണ്. മാന്യതയില്ല താങ്കൾക്ക്, മര്യാദയില്ലെന്നേ അവന് പറയുള്ളൂ. ഒരുമാതിരി കലിപ്പോടെ അവർ തിരിഞ്ഞു നിൽക്കത്തുള്ളൂ. പക്ഷേ ഹലോ സാർ പ്ലീസ്, ഹലോ ആൻറ്റി, ഹലോ മാഡം എന്ന് പറയാം. ഹലോ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മാന്യതയോടുള്ള സംഭാഷണം. പക്ഷെ മുംബൈ പോകുന്ന ആളിനെ നോക്കി ഹേ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം ആ പുള്ളിയെ നമ്മൾ പരാജയപ്പെടുത്തിയെന്നാണ് അതിന്റെ അർത്ഥം. ആക്ഷേപത്തിന്റെ വിളിയ. യേശു മരണത്തെ വിളിച്ചത് ഹലോ എന്ന മര്യാദയുടെ പദത്തിലല്ല, ഹേ എന്ന് വിളിക്കുമ്പോൾ നീ ഇന്ന് വരെ പലരെയും അടിച്ചു പിടിച്ച് നിന്റെ പൂണിയിലാക്കി, പക്ഷെ ഞാൻ നിന്നെ പരാജയപ്പെടുത്തി. ഇനി എന്നിൽ വിശ്വസിക്കുന്നവരെ നിനക്ക് അടക്കി വെക്കാൻ പറ്റില്ല. നിന്റെ പൂണിയിൽ അവർ ഒതുങ്ങത്തില്ല, നിന്റെ കല്ലറയിൽ അവർ കടന്നു പോകത്തില്ല. അവരും ഉയർത്തു വരും, അദ്രവത്വത്തെ പ്രാപിക്കും, അക്ഷയത്തെ പ്രാപിക്കും, വെണ്മയമായതിനെ പ്രാപിക്കും, ദൈവികമായതിനെ പ്രാപിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഉയർപ്പിന്റെ പാട്ടുപാടും. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവിൽ വിശ്വസിക്കുന്നവരുള്ള നിത്യജീവൻ എന്നുള്ളത്. ഹല്ലേലൂയ. തീർന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്നവന് അടുത്ത ആനുകൂല്യം നീതീകരണമാണ്. റോമാലേഖനം 5:1 വാക്യം. ഇനി ഇവൻ പാപിയല്ല, കുറ്റവാളിയല്ല എന്ന് ദൈവം തന്നെ പരസ്യമായി പ്രഖ്യാപനം ചെയ്യുന്നതാണ് നീതീകരണം എന്ന് പറയുന്നത്. ഇനി മുൻപോട്ട് ഓടിപ്പോവുകയാണ് ഞാൻ, മിന്നൽ പോകുന്ന പോലെ പോവുകയാണ്. അതേ ശ്രദ്ധിച്ചോണം. യേശുവിൽ വിശ്വസിക്കുന്നവൻ അടുത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? ദൈവപ്രസാദമാണ്. ദൈവപ്രസാദം. എവിടെ വാക്യം? യോഹന്നാന്റെ സുവിശേഷം 6:28-29. 28 പരീശന്മാർ ചോദിക്കുന്നു, ദൈവം ഞങ്ങൾ പ്രസാദിക്കാൻ എന്നാ ചെയ്യണം? വെടി വഴിപാട് നടത്തിയ മതിയോ? പതാരം കൊടുത്താൽ മതിയോ? ചതകുപ്പ ജീരകം അടക്കമുള്ളതിലെല്ലാം ദശാംശം കൊടുത്താൽ മതിയോ? എന്തോ ചെയ്താൽ ദൈവം ഞങ്ങളിൽ പ്രസാദിക്കും? യേശു പരീശന്റെ കൺമണിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദൈവം അയച്ച ഒരുവനുണ്ട്, അവനിൽ വിശ്വസിക്കണം, അപ്പോൾ ദൈവം പ്രസാദിക്കും. ദൈവം പ്രസാദിക്കണമെങ്കിൽ ദേഹദണ്ഡനങ്ങളൊന്നും ചെയ്ത പറ്റില്ല. ദൈവം പ്രസാദിക്കാൻ പദയാത്ര, തീർത്ഥയാത്ര ഒന്നും പറ്റില്ല. ദൈവം പ്രസാദിക്കാൻ 10 പെൺകുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് സ്പോൺസർ ചെയ്ത പറ്റത്തില്ല. അതൊക്കെ ചെയ്തോ നല്ല കാര്യമാണ്, ദേശത്തിന് നല്ല കാര്യമാണ്. അതൊക്കെ 10 ചോരുന്ന വീടിന്റെ മേൽക്കൂര മാറ്റി കൊടുത്ത നല്ല കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് സഹായം ചെയ്ത നല്ല കാര്യമാണ്. സ്കൂബി ഡേ ബാഗ് 10 പേർക്ക് വാങ്ങിച്ചു കൊടുത്തു, പെൻസിലും അതും ഇതുമെല്ലാം കൂടെ വാങ്ങിച്ചു കൊടുത്തു. നല്ല സേവനമാണത്. പക്ഷെ ദൈവം പ്രസാദിക്കണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യണം. അവന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കാത്തവനിൽ ദൈവം പ്രസാദിക്കത്തില്ല. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
ഏറ്റവും പ്രസക്തമായി ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ ആ ടോപ്പിക് അവസാനിപ്പിക്കുക. യേശുവിൽ വിശ്വസിക്കുന്നവന് കിട്ടുന്ന ആനുകൂല്യത്തിൽ അതിമഹത്തായ മറ്റൊന്ന് ഗലാത്യർ 3:26 ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നമ്മളെല്ലാം ദൈവമക്കളായി തീർന്നു. പുത്രത്വം എന്നൊറ്റ പദം ഓർത്തിരുന്നാൽ മതി. പുത്രത്വം കിട്ടണമെങ്കിൽ എന്തോ ചെയ്തേ പറ്റൂ? യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കാത്ത ആർക്കും പുത്രത്വം കിട്ടത്തില്ല. ഏത് പുണ്യസ്ഥലം സന്ദർശിച്ചാലും യേശുവിൽ വിശ്വസിക്കുന്നവന് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ഇവിടെ ദൈവമക്കളെ ഞാനൊരു ഉപദേശത്തിന്റെ പാഠം പഠിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഉപദേശത്തിന്റെ ഭാഗം ശ്രദ്ധിച്ചോണം. കൈക്കൊള്ളുക എന്നുള്ളത് ക്രിസ്തീയ ഉപദേശങ്ങൾ പ്രധാനമായ ഒന്നാണ്. കൈക്കൊള്ളുക. യോഹന്നാൻ 1:12 നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നല്ലോ. എന്താ വാക്യം? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഏത് വീരപ്പനും സാധിക്കുന്ന കാര്യം. അവനെ കൈക്കൊണ്ട ദൈവമക്കളാകുന്നു. പക്ഷെ അത് ഉപദേശത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ആ കൈക്കൊള്ളുക എന്നുള്ള ഉപദേശ നാണയത്തിന്റെ മറുവശത്ത് എഴുതേണ്ട ഒരു അപ്പോസ്തോലിക വാക്യമുണ്ട്. ഇത് രണ്ടും കൂടെ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉപദേശം പൂർണ്ണമാകുന്നത്. യോഹന്നാൻ 1:12 അവനെ കൈക്കൊള്ളാൻ പറയുമ്പോൾ അവൻ നമ്മളെ കൈക്കൊള്ളണം. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ കൈക്കൊള്ളാൻ പറയുന്നിടത്ത് വ്യവസ്ഥയൊന്നും പറയുന്നില്ല. പക്ഷെ യേശു നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ വ്യവസ്ഥ പറയുന്ന ഒരു വാക്യം 2 കൊരിന്ത്യർ 6:16 അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അപ്പൊ യേശുവിനെ നമ്മൾ കൈക്കൊണ്ടാൽ മാത്രം പോരാ, യേശു നമ്മളെ എന്തോ ചെയ്യണം? കൈക്കൊള്ളണം. കൈക്കൊള്ളണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്തേ പറ്റുള്ളൂ? 2 കാര്യം. 1, വേർപെട്ടിരിക്കണം. 2, അശുദ്ധമായതൊന്നും. ഇതാണ് കേരളത്തിലെ പിതാക്കന്മാര് പണ്ട് കൺവെൻഷൻ വേദികളിലൂടെ ഘോരഘോരം പ്രസംഗിച്ച വിശുദ്ധിയും വേർപാടും. വേർപെടണം. അശുദ്ധമായതൊന്നും തുടരുത്. 2 കാര്യമാണ്. വേർപെടേണ്ടത് എവിടുന്ന? വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്ന് വേർപെടണം. അശുദ്ധോപദേശങ്ങളിൽ നിന്ന് വേർപെടണം. ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് വേർപെടണം. ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. വിവരിപ്പാനേറെ നേരം വേണം. വേർപെടണം. കണ്ടോ? മത്സരികളുടെ ഇടയിൽ നിന്ന് വേർപെടണം. വേദപുസ്തകത്തിൽ നിന്ന് അന്യംപെട്ട ഉപദേശങ്ങളിൽ നിന്ന് വേർപെട്ട് നിൽക്കണം. അവരോട് നിങ്ങൾ കൂടരുത്, എന്റെ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത് എന്നുള്ള വേർപാട് പാലിക്കണം. അശുദ്ധമായതൊന്നും എന്തോ ചെയ്യരുത്. അശുദ്ധം എന്ന് പറയുന്നത് എന്തുവാ? ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്തത്, ദൈവവചനത്തിന് ചേരാത്തത്, ദൈവസഭയുടെ സംസ്കാരത്തിന് ചേരാത്തതിനെയാണ് എന്തോ പറയാവുന്നത്? അശുദ്ധം. അശുദ്ധമായതൊന്നും തുടരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. അപ്പൊ നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ, പിന്നെന്തോ ചെയ്യണം? കർത്താവ് നമ്മളെ കൈക്കൊള്ളണം. നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ 2 വ്യവസ്ഥ. 1, വേർപെടണം. 2, അശുദ്ധമായത് തുടരുത്. ഇവിടെ വരുമ്പോഴാണ് സംഗതി ആകപ്പാടെ അവതാളത്തിലാകുന്നത്. വേദപുസ്തക പ്രകാരം ഒരു ആത്മീയ ജീവിതത്തിന്റെ വഴിത്താരയിലേക്ക് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ മക്കളായി മാറുന്നത്, പുത്രന്മാരും പുത്രിമാരുമാകുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞു. 3ാമത്തെ ചിന്ത ഇതാ, കണ്ടന്റിലെ 3ാമത്തെ സംഗതി ഇതാ. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ഭാവി എന്താ? യേശുവിൽ വിശ്വസിച്ച് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഈ ഗുണഭോക്താക്കളായി കഴിയുന്നവരുടെ ഭാവി എന്താണ്? ഒറ്റ വാക്യം തരാം. ഫിലിപ്പിയർ ലേഖനം 3:20-21 ഫിലിപ്പിയർ 3:20 കർത്താവ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവ് എന്തോ ചെയ്യും? രക്ഷിതാവായി വരും. എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി. അതിൽ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമെന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ. സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. യഹൂദ മര്യാദ പ്രകാരം ഇവിടെ അടക്കം ചെയ്യപ്പെട്ട യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറയുമ്പോൾ പറയാതെ പറയുന്ന ഒരു കാര്യം യേശുവിന്റെ പുനരുത്ഥാനമാണ്. എഴുതാതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്തുവാണ്? യേശു പുനരുത്ഥാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു. അതുകൊണ്ടാണ് യേശു എവിടെ നിന്ന് വരാൻ പോന്നേ? സ്വർഗത്തിൽ. പാതാളത്തിൽ നിന്ന് കയറി വരുന്ന ഒരാളിനെ നമ്മൾ താഴോട്ട് നോക്കി നിൽക്കുന്നവരല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ നോക്കി ഉയരത്തിലുള്ള ചിന്തിക്കുന്നവരാ ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം, യുവതി യുവാക്കന്മാരടക്കം എല്ലാവരും കേട്ടോണം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ശരീരത്തോട് നമ്മുടെ ശരീരത്തെ എന്തോ ചെയ്യും? അനുരൂപമാക്കും. ഇനി പറയുന്ന ഒരു ഉപദേശമാണ്, കനത്തൊരു ഉപദേശമാണ്. അനുരൂപമാക്കി കർത്താവ് എന്തോ ചെയ്യും? രൂപാന്തരപ്പെടുത്തും. ആ 2 പദങ്ങളുടെ അടിയിൽ വര കൊടുക്കണം. 1 അനുരൂപം, 2 രൂപാന്തരം. പക്ഷേ കർത്താവ് നമ്മുടെ ഈ ശരീരത്തെ അനുരൂപമാക്കണമെങ്കിൽ സ്വന്തം ശരീരത്തിൽ താല്പര്യമുള്ള എത്ര പേരുണ്ട്? സത്യമേ പറയാവൂ. സ്വന്തം സൗന്ദര്യത്തിനും സ്വന്തം ശരീരത്തിലും സ്വന്തം നീളത്തിനും വണ്ണത്തിലും സ്വന്തം പ്രകൃതത്തിൽ സംതൃപ്തിയുള്ള എത്ര പേരുണ്ട്?
ഉണ്ടോ? ആരും കൈ വെക്കുന്നില്ല. നമുക്ക് ഏതാണ്ട് ഇച്ചിരി കൂടെ ഒക്കെ വേണമായിരുന്നെന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കും. അതാ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വട്ടം കറങ്ങുന്നത്, മനസ്സിലായില്ലേ? ഓ എൻ്റെ ഒരു കവൾ, എൻ്റെ ഒരു മൂക്ക്, എൻ്റെ ഒരു നെറ്റി എന്നൊക്കെ പറഞ്ഞ് ഉടയവനെയും കൂടെ നമ്മൾ പഠിക്കുക. ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു, അല്പം കൂടെ നന്നാകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്. ഇച്ചിരിയുടെ നിറം വേണമായിരുന്നു എനിക്ക്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. സ്വന്തം ശരീരത്തിൽ അങ്ങ് സംതൃപ്തിപ്പെട്ടോണം. ഒരു പുള്ളി എൻ്റെ അരികിൽ നിന്ന് പറഞ്ഞു കളഞ്ഞു. പ്രസംഗിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി മാറി നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അരികിൽ, 1-2 ചെറുപ്പക്കാർ നിൽക്കുകയാണ്. അപ്പം പ്രസംഗകനാ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല അവർക്ക്. ഇങ്ങനെ വേർത്ത് പോയത് കൊണ്ട് അല്പം നല്ല വായു കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഒരു പയ്യൻ പറയുക, 2-3 ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ പറയാം, സൂപ്പർ പ്രസംഗമായിരുന്നു. അപ്പോൾ എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് അങ്ങനെ ലൈവ് കമൻറ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അവൻ്റെ കൂട്ടുകാരൻ പറയുക, പക്ഷേ ആ നിറവും കൊണ്ട് പോയെന്ന്. പ്രസംഗം സൂപ്പറായിരുന്നു, പക്ഷെ ആ നിറവും കൊണ്ട് പോയെന്ന്. കണ്ടോ, എന്തെങ്കിലുമൊക്കെ കുറവ് നമുക്കുണ്ട്. നമ്മിലെ ചിലതൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്, ചിലതൊന്നും ഇഷ്ടമല്ല. ഞാൻ ആകെപ്പാടെ നോക്കി, അത്രയ്ക്ക് കുഴപ്പമാണോടാ എൻ്റെ നിറം. അന്ന് മുതലേ ഞാൻ ഈ ഫുൾ സ്ലീവ് ഒക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങിയത്, മനസ്സിലായില്ലേ? ഞാൻ വീട്ടിൽ ചെന്ന് വലിയ സങ്കടത്തോടെ ഭായിയോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കേട്ടു, എന്നാ ചെയ്യാനാ, എന്നെ തൃപ്തിപ്പെടുത്താനായിരിക്കും. അവൾ പറഞ്ഞു, ഹേയ് അങ്ങനെ വിചാരിക്കുക വേണ്ട, നിങ്ങൾ സുന്ദരനല്ലേ എന്ന്. പിന്നെ എൻ്റെ വിഷമം അങ്ങ് പോയി. അപ്പം നമ്മളെ ചിലതുകൊണ്ട് ചിലർക്ക് താല്പര്യമാ, ചിലതുകൊണ്ട് താല്പര്യമില്ല. പക്ഷേ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒന്നുണ്ട്, യേശുവിൻ്റെ ശരീരത്തോട് അനുരൂപമാണ്. അതെത്ര ഭാഗ്യകരമായി. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആ പ്രത്യാശ? പ്രത്യാശ ആഗ്രഹിക്കുന്ന കൈ ഉയർത്തി ഹല്ലേലൂയ പറയുന്ന ഒക്കെ കൊള്ളാം. ഇനി ഞാനൊരു ഉപദേശം പറയാൻ പോവുകയാണ്. ആ ഉപദേശത്തിൽ നിന്നോണം. കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ നമ്മൾ അറിയേണ്ടത് റോമർ 12:2 വാക്യം. റോമർ 12:2 ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തോട് എന്തോ ചെയ്യരുത്, അനുരൂപരാകാതെ നമ്മൾ ദിവസവും നമ്മൾ രൂപാന്തരപ്പെട്ടോണം. അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ലോകത്തോട് അനുരൂപമാകാതിരുന്നാൽ കർത്താവ് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ കർത്താവ് നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. ഉപദേശം മനസ്സിലായവർ എത്ര പേരുണ്ട്? ഈ 2 വാക്യങ്ങളെ ചേർത്ത് പിൻ ചെയ്യുമ്പോൾ യഥാർത്ഥ രൂപാന്തരത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ ലോകത്തിന്റെ ആർഭാടം, ആഡംബരം, പട്ട് പകിട്ട്, ഇതിനകത്തെ മാത്സരികത, ഇതിനകത്തെ കള്ളും, ഇതിനകത്തെ കൊള്ളയും, ഇതിനകത്തെ കൊലപാതകവും, ഇതിനകത്തെ അതിരുമാന്തും, ഇതിനകത്തെ എല്ലാവിധമായ സ്വാർത്ഥതയോടുകൂടെ നമ്മൾ ജീവിച്ചാൽ കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമാകത്തില്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവരുടെ ഭാവി കർത്താവിനോടുകൂടെ അവരെ ചേക്കേറും. സത്യസ്ഫടിക തങ്ക തുല്യ നിർമ്മിത വീഥികളുള്ള ആ ഇമ്പങ്ങളുടെ തീരത്തെ ചേക്കേറാൻ സമയമെടുത്തു. പ്രത്യാശയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ.